എത്രമാ ആണിങ്ങ വാതര സദസ്സിൽ പോയെങ്കിൽ സംഭാവന തണ്ടാണ്. കുർസു എതിർല് വെച്ചിട്ട് ലാസ്റ്റ് കയ്യിലെ പൈസ തന്നിട്ട് ദ്വാരപ്പാട്ടേണ്ടൊന്നുണ്ട്. ലാസ്റ്റ് ഒരു 500 100 അപ്പം മെല്ലെ മുട്ട വിളിച്ചിട്ട് കാതിൽ ചൊല്ലതിരൊന്നുണ്ട. ഉസ്താദ് നാ ഭയങ്കര ബേജാറിലുള്ള ഉസ്താദ്, ഒരു സമാധാനം കിട്ടും ദ്വാരക്കൂറ നോക്കുമ്പോ നങ്ങബേരിക്കടെ ഓണമിത്ത് കടകെട്ടാക്കിയിട്ട് അലക്ക കുടുങ്ങി പോയിടാ, എവിടെയെങ്കിലും പൈസ ബിസിനസ് കിട്ടിട്ട് അലക്ക മുങ്ങി പോയിടാ. അങ്ങനെ അതല്ല ടെൻഷന്. ആ ടെൻഷന് ഇക്കാണ്ടിക്കാലേ, പക്ഷെ അതിനെക്കാണ്ടി വലിയൊരു ടെൻഷൻ ഉണ്ട്. നാലുകും എങ്ങനെയാ ചെന്നെങ്കിൽ ഓണ്ടെ പിടിച്ചിട്ട് ജീമത്തോടു കൂടെ അർത്തിട്ട് ആണിങ്ങൾ അവസ്ഥയുണ്ടേ. ജീമത്തോടു കൂടെ അർത്തിട്ട് ആ അർത്ഥ പക്കത്ത് മുലോടെ പൊടി ഇട്ട് കൊടുത്ത് എങ്ങനെക്കൂ ചൊല്ലുമ്പമേ അപ്പമേ കാറായിത്തല്ലേ. അപ്പൊ അത് അനുഭവിക്കുമ്പോ എത്ര കാറായിക്കൂ. ഇത് ഒരു മാങ്ങയുടെ 2 പീസാക്കിയിട്ട് അതിരെ നടുവിലു കാറത്ത പൊടി മുളയുടെ പൊടി ഇട്ട് കൊട്ടുകൊണ്ട് വിഷയം തോന്നല്ല. മനുഷ്യടെ ജീവത്തോടു കൂടെ 2 പീസാക്കിയിട്ട് അതിരെ നടുവിലത്ത് കൊടുത്തെങ്കിൽ എങ്ങനെ? അവന്റെ ജീവ പോയിട്ട് ഇക്കാലെ ഒരു ഭാഗമേ ജീവത്തു നിങ്ങൾക്ക് ഇപ്പൊ ജീവ 2 ഭാഗമാക്കി 3 പിന്നെ ജീവ ഇക്കുവാണ്ട് കൈയുടെ ഒരു ഭാഗം മാത്രം 2 ഭാഗം കുറവിരിക്ക. കൈയുടെ ഭാഗം അതൊക്കെ ജീവ പോവാട്ട വേണ്ട. അതിരെ നടുവിൽ മുളയുടെ പൊടി ഇട്ട് കൊടുക്കും. എങ്ങനാവും എങ്കിൽ അതര കാട്ടി ആറാ ഉമ്മ പെങ്ങന്മാരെ ആണിങ്ങളെ ഇണ്ടത്തെ ഏറ്റവും വലിയ ദർദും ഏറ്റവും വലിയ നൊമ്പലെന്തരം ഒന്നുണ്ടാ. ഔത്തുൽ അങ്ങനെ ഉമ്മും അങ്ങനെ പെഞ്ഞിമാറും തമ്മിൽ സമയില്ല എന്നുണ്ട്. എത്രേ വാതു ചൊന്നിട്ട് സമായതും ഉണ്ടു ഇല്ലാണ്ടല്ല. ആയെങ്കും കൊറേ മർമ്മക്കമാർ ചൊണ്ടാറ് ഉസ്താദ് എന്തിരേണ്ടു കൊന്നില്ല. അയിമടെ കാണുമ്പോ നക്ക് ഏറ് ഉസ്താദ് വരന്തു ഏറ്. ആരെ കാണുമ്പോ മാപ്പിളയുടെ ഉമ്മടെ കാണുമ്പോ നക്ക് ഏറ്. അയി മാത്രം അപ്പുറം ചൊല്ലു. അയിമ ചൊല്ലു മാപ്പിളയുടെ ഉമ്മ ചൊല്ലേ. അവളുടെ കാണുമ്പോ ഉസ്താദ് നക്ക് നിങ്ങക്കൂ നക്ക് എന്തിരേണ്ടെ ചൊല്ലു ഇപ്പൊ കിട്ടില്ല. അതപ്പുറത്ത് അപ്പൊ നാ ചൊന്നോണ്ട് വന്നേ ഇങ്ങനെ എന്തേ ആയെങ്കിലും തമ്മിൽ കോംപ്രമൈസ് ആക്കിയിട്ട് എതിർക്കുമ്പോ ആവൂല്ലേ, ഒരു നിലക്കും ആവൂല്ലേ. ലാസ്റ്റ് ഓണെന്തരാക്കിടെ ഓണ്ടെ എതിർക്ക് ಬೇರೆಂದು സ്വറ ഇല്ല, ಬೇರೆಂದು തെരുവില്ല. ലാസ്റ്റ് ഓണാക്കി ഒരു സ്വറ ഉണ്ട്. എന്തിനാ ഒന്നുണ്ടാ ഉമ്മയുടെ ಬೇರೆ ദൈപ്പാട്ടിയ പെഞ്ഞയുടെ ಬೇರೆ ദൈപ്പാട്ടിയ. ഓനക്ക് ഡബിൾ ചെലവ്. ഒരു മാത്രം ഫ്ലാറ്റർ ബാഡിക്ക് എക്സ്ട്രാ കൊടുക്കണോ ഇല്ലേ? ഓ ഉമ്മമാരെ, ഓ നണ്ട ബാലകേക്കട കുപ്പെട്ടിയിലും കുപ്പെട്ടിയുടെ ആസുപാസുലുള്ള പെങ്ങന്മാരെ, എത്രേ നോക്കിയെങ്കിലും ആവുല്ല കൈമട കാണുമ്പോ ഏറിട്ട് ചൊല്ലുടെ മർമ്മക്കമാരില്ലേ. സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ കാണുമ്പോ അതേ എനിക്ക് നിക്കാ കളിയില്ല എന്ന് പറയുന്ന ചില മരുമക്കളില്ലേ. ഇതുപോലെ തന്നെ മകന്റെ ഭാര്യയെ കാണുമ്പോ എന്തെല്ലാം ചെയ്യാൻ തോന്നിപ്പോകുമെന്ന് പറയുന്ന ഭർത്താവിന്റെ ഉമ്മമാരില്ലേ. പറയട്ടെ, നിങ്ങൾക്കിടയിൽ നല്ല കാരുണ്യമുണ്ടാകണം. ഓ അമ്മായിമാനെ കാണുമ്പോ മരുമക്കൾക്ക് സ്നേഹം തോന്നണം. മരുമക്കളെ കാണുമ്പോൾ അമ്മായിമാക്കും സ്നേഹം തോന്നണം. അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന അല്ലാഹുവിന്റെ പേരാണ് യാ റഹീം, യാ റഹീം. ആ യാ റഹീം എന്ന അല്ലാഹുവിന്റെ നാമം ധാരാളം അധികരിപ്പിക്കണം. അധികരിപ്പിച്ചാൽ അവരുടെ ഖൽബിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് വലിയ കാരുണ്യമുണ്ടാകൂ എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയോ? എന്തിനേറെ പറയണം, എല്ലാ ദിവസം യാ റഹീം ചൊല്ലുക. എന്നും ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, എന്റെ വാല് കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ,
വീട്ടിൽ എപ്പോൾ നോക്കിയാലും പെണ്ണുങ്ങളാകുന്ന സ്ത്രീകളാകുന്ന നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു കുഴപ്പമാണ്, നിങ്ങൾക്കിടയിൽ ഒരു ഐക്യമില്ല എന്ന് കണ്ടാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, നിങ്ങളെ വീട്ടിലുള്ള ബറക്കത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, എല്ലാ ദിവസവും ഒരു 100 തവണ യാ റഹീം യാ റഹീം, അല്ലാഹുവിന്റെ പേരാകുന്ന യാ റഹീം എന്ന പേര് എല്ലാ ദിവസം ഒരു 100 തവണ പതിവാക്കിയാൽ ഇന്ന് ചൊല്ലിയിട്ട് നാളെ ചൊല്ലാതിരിക്കലല്ല, എന്നും അതൊരു മരുന്ന് പോലെ എന്നും ഒരു 100 തവണ ജീവിതത്തിൽ നിത്യമാക്കിയാൽ കാന ലഹു ദാലിക, ഈ പറഞ്ഞ അല്ലാഹുവിന്റെ അടിമകളോട് മനസ്സിൽ വലിയ കാരുണ്യമുണ്ടാവുക എന്നത് ആ മനുഷ്യനിലുണ്ടാകും കേട്ടോ. അത് യാ റഹീം എന്നതിന്റെ പ്രത്യേകതയാണ്. അത് അമ്മായിമ്മമാര് എന്നും 100 തവണ ചൊല്ലണം. ഇതുപോലെ അമ്മായിമ്മമാരോട് ഖൽബിൽ സ്നേഹമുണ്ടാകാനും കാരുണ്യമുണ്ടാകാനും മരുമക്കള് ചൊല്ലേണ്ടതാണ്. ഇനി കൃഷി ചെയ്യുന്നവരില്ലേ? കുപ്പട്ടിലുള്ള കൃഷിയുടെ ആൾമാരല്ലേ? ഇല്ലേ? കൃഷിയുള്ള ഒന്ന് കൈവച്ച് ബർക്കത്ത് അതുവാർക്കണേ. ജണ്ടാൽ മാത്രമാ മെയ് അങ്ക് മാത്രം ബർക്കത്ത്. ഫസ്റ്റ് ജണ്ടാൽ മാത്രം പോയിട്ട് ബാക്കി എന്തെങ്കിലും പേർച്ചാർക്കാണ്ട് എലിപ്പമേ പൈസ കേക്ക് സൂറാക്കിട. ഇപ്പൊ കേക്കില്ല, വാദർ ലാസ്റ്റ്. ഇപ്പൊ കേട്ടെങ്കിൽ പിന്നെ വാദർ ലാസ്റ്റ് കേൾക്കുന്നത്. അപ്പൊ ജണ്ടാൾ മാത്രം വൈദ്യ, പിന്നെ കൈ വൈദ്യം ദ്വാരക്കട ചെല്ലുമ്പോ അൽഹംദുലില്ലാഹ് എല്ലാരും വൈദ്യാർ. അല്ലാ, അപ്പൊ എത്ര കൃഷിയുടെ ആൾമാരുള്ളാറ്, അഗ്രികൾച്ചറുടെ ആൾമാർ. അല്ലാഹു തആല ആ കൃഷിയുടെ ആൾമാർക്ക് എല്ലാം അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുക്കട്ടെ അല്ലേ. കുപ്പട്ടിക്ക് ചമ്മ പ്രത്യേകത ഉണ്ടു. ഉപ്പാടെ ഉസ്താദ് ചൊന്നില്ലേ, ചമ്മ ആലിമീങ്ങ ഉള്ള റായ കുപ്പട്ടി ചൊല്ല റായ, ചമ്മ ആലിമീങ്ങ. ഈ റായത്തിൽ ചമ്മ ഉസ്താദുമാറുള്ള, ഇപ്പം ചമ്മ മുത്താലിമീങ്ങ പർത്തറുമൂത്ത് പോയി പഠിക്കടങ്ങ ഉള്ളാറ്. അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഉടരെ പള്ളിയിലും ദർസിൽ പഠിച്ചുകൊണ്ടുള്ള ഉള്ളാറ്. അങ്ങനെ ചമ്മ പ്രത്യേകതര കൂട്ടത്തിൽ ഒന്നു. പിന്നെ ചമ്മ കൃഷി ആക്കടാൽമാറുള്ള. അങ്ങെല്ലാരും ശ്രദ്ധിക്കുകയായിട്ട് ചൊല്ലേ. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചൊല്ല വലിയ മഹാനുണ്ടോ. ആ മഹാന് ജന്തുവോ കൃഷി നടത്തിട ആൽമാരെ, ഈ യാ റഹീം എന്ന് പറയുന്ന പേര്, അല്ലാഹുവിന്റെ പേര്, അത് ഒരാള് അതേ ഒന്ന് എഴുതുകയും ആ എഴുതിയത് വമഹഉബിമാഇൻ, വെള്ളം ഉപയോഗിച്ചിട്ട് ആ എഴുതിയ എഴുത്തിനെ മായ്ച്ചു കളയുകയും എന്നിട്ടോ ആ വെള്ളം കൊണ്ടുവന്ന് ഒരു വൃക്ഷം, ഒരു മരമുണ്ടല്ലോ, ആ മരത്തിന്റെ മുരടിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ കൃഷിയിലൂടെ ഉണ്ടാകുന്ന പഴങ്ങളിൽ, ആ ഉൽപ്പന്നങ്ങളിൽ വലിയ ബറക്കത്ത് പ്രകടമാകും കേട്ടോ. അതിൽ വലിയ ബറക്കത്ത് പ്രകടമാകും. ബറക്കത്തുണ്ടാകൂന്ന് മാത്രല്ല, ആ ഉണ്ടാകുന്ന ബറക്കത്ത് എടുത്ത് കാണും, പ്രകടമാകും. ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഹും. ഈ ഖുർആൻ എന്തിനുള്ളതാണ്? അത് ജനങ്ങൾക്ക് വാർണിംഗ് നൽകാനുള്ളതാണ്, ജനങ്ങൾക്ക് താക്കീത് നൽകാനുള്ളതാണ്. ചോദിക്കട്ടെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഇവിടെ യജമാനനായ റബ്ബിനെ മറന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? ആ റബ്ബിന് ധിക്കാരം കാണിച്ച് നടക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ.
എപ്പോഴാണ് എന്റെ മരണം സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ കുപ്പട്ടിയിലേക്ക് വാതിന് വരുമ്പോ അതാ വരുന്ന വഴിയിൽ ലഭിക്കുന്നൊരു സ്ഥലമാണ് ഗേറുകട്ട എന്ന സ്ഥലം. ആ ഗേറുകട്ടയിൽ എത്തിയപ്പോ എന്റെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ശിഷ്യൻ, ആ ശിഷ്യൻ അഷ്റഫ് ജൗഹരി എന്നോട് പറഞ്ഞു, ഇന്നലെ ഈ നാട്ടിൽ അതേ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ആ ഗേറുകട്ടയിലുള്ള എന്റെ മൊബൈലിൽ ഒരു സുഹൃത്തിന്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഇന്നലെ മരിച്ചത്? അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, എന്റെ ഒരു സ്നേഹിതനാണ് ഉസ്താദേ, SSFന്റെ പ്രവർത്തകനാണ്. ഇത് കേട്ടപ്പോൾ SSF അത് നമ്മുടെ സംഘടനയാണ്, അത് എന്റെ സംഘടനയാണ്, ഞാനും ഒരു SSF കാരനാണ്. ആ SSFന്റെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ മരിച്ചു എന്ന് കേട്ടപ്പോ അതും അതിന്റെ മുന്നിലൂടെ വിട്ടുകിടക്കുന്ന സമയമാണ്. ഞാൻ ആ വീട്ടിൽ ഒന്ന് കയറിയിട്ട് ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തകന്റെ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ SSFന്റെ ത്രിവർണ പതാക ഞാൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെറുപ്പക്കാരെന്തിനാണ് SSFൽ പ്രവർത്തിക്കുന്നത്? മുതഅല്ലിമുകൾ വഅദ് പറയുമ്പോ സദസ്സിൽ അവരെ ഓർത്ത് ദുആ ചെയ്യാനല്ലേ, ആലിമീങ്ങൾ ദുആ ചെയ്യാനല്ലേ, തങ്ങന്മാര് ദുആ ചെയ്യാനല്ലേ. ഞാൻ അവിടെ ഈ സ്നേഹിതനെയും കൂട്ടിയിട്ട് ഞാൻ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീടാണത്. സുബ്ഹാനല്ലാഹ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ വാത കേൾക്കുന്ന യുവതികളെ, ആരോഗ്യത്തിന്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? തരക്കേടില്ല എന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? എന്തേ കാരണം? ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത്? പേര് മുസ്തഫ എന്നാണ്. നോക്കുമ്പോ നിങ്ങളെ പരിസരത്ത് കല്ലേരിയിൽ മീൻ കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 22ന്റെ അടുത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മരിക്കുന്നത്? ഉസ്താദേ, ഈ കൂട്ടുകാരനോട് പറഞ്ഞു, രാത്രി കിടന്നുറങ്ങിയതാണ്, ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടുപോയി. ചോദിക്കട്ടെ, കുപ്പട്ടിയിലെ എന്റെ വാലിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ അനുജന്മാരോട്, എന്റെ ജേട്ടന്മാരോട്, ഇന്നലെയും വാല് കഴിഞ്ഞു വന്ന് ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇന്നും ഞാൻ എന്റെ വാല് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വാല് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നപ്പോ സുബഹിക്ക് ഞാൻ ഉണർന്നിട്ടുണ്ട്. അതേ സമയത്ത് ഇന്ന് ഞാൻ എന്റെ വാല് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ സുബഹിക്ക് ഞാൻ ജീവനോടെ ഉണരുമോ? പറയാൻ എനിക്ക് വല്ല ഗ്യാരണ്ടിയുണ്ടോ? വല്ല വകുപ്പുമുണ്ടോ? എന്തേ കാരണം? മുസ്തഫ മരിക്കുന്നത് എങ്ങനെയാ ചെറുപ്പക്കാരാ? മുസ്തഫ മരിക്കുന്നത് രാത്രി കിടന്നുറങ്ങിയതാ, ഉറക്കിൽ തന്നെ മരണപ്പെട്ടുപോയി. ഈ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, അവന് വല്ല അസുഖവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരു ചെറിയ അസുഖം പോലും ആ ചെറുപ്പക്കാരൻ ഇല്ല. ഒരു അസുഖം പോലും ഇല്ലാത്ത ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്. പരപ്പൂ മഖാം ഉറൂസിന്റെ പരിപാടി തുടങ്ങാറായി. സാധുവാട് എന്നോടവിടേക്ക് വാലിന് ഡേറ്റ് ചോദിച്ചിരുന്നു, ഇത്തവണ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ആ പരിപാടിയും ഈ പരിപാടിയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നടത്തുന്ന മത്സരത്തിനല്ല, മാത്സര്യ ബുദ്ധിയിലല്ല, ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ ദീനിന് ഉപകരിക്കണമെന്ന് കരുതി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നടത്തുന്ന മുഴുവൻ പരിപാടികൾ അല്ലാഹു അവന്റെ ബറക്കത്തിലാക്കി തരട്ടെ. ആ
ആ പരപ്പ് ഉറൂസ് പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കൂട്ടുകാര് പറയാണ്, അതിനു വേണ്ടി അവിടെ നിന്നിങ്ങനെ കുറെ പ്രവർത്തിച്ചു. വെള്ളിയാഴ്ച രാവല്ലേ ഇന്നലത്തെ രാത്രി, വെള്ളിയാഴ്ച രാവ് സ്വലാത്തുണ്ടായിരുന്നു. ആ സ്വലാത്തിൽ വന്നു, സ്വലാത്തിന്റെ ശീരണി വാങ്ങി, ശീരണി കഴിച്ചു. ഒന്നിച്ചു കൂട്ടുകാര് ശീരണി കഴിക്കുന്ന വീഡിയോ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈലിൽ ഉണ്ടായത് എനിക്ക് കാണിച്ചു തന്നു. ചിരിച്ചിട്ടിങ്ങനെ ശീരണി കഴിക്കുകയാണ്. ആ ബറക്കത്തിന്റെ ശീരണി കഴിച്ചിട്ട് പോയിട്ട് രാത്രി കിടന്നുറങ്ങിയതാ. ഇടക്ക് 1 മണിക്ക് ഉണർന്നു എന്നാ കേട്ടത്. ഉണർന്നപ്പോ ആ ചെറുപ്പക്കാരൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയുമോ? ഉമ്മ കിടക്കുന്ന സ്ഥലത്തങ്ങ് പോയി. ഉമ്മ കിടക്കുന്ന സ്ഥലത്തങ്ങ് പോയി. സർവ്വ യുവാക്കളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ ചെറുപ്പക്കാരൻ മുസ്തഫ എന്താ ചെയ്തത്? ഇത് എന്നോട് പറഞ്ഞതട്ടോ ഞാൻ കേട്ടത്. അവർ മുസ്തഫാന്റെ ഉമ്മ, ആ ഉമ്മ കിടക്കുന്ന അടുത്ത് പോയി, ഉറങ്ങുന്ന സ്ഥലത്ത് പോയി. മുസ്തഫാന്റെ കയ്യിലുള്ള മൊബൈലിന്റെ ലൈറ്റ് ഉമ്മാന്റെ മുഖത്തേക്ക് അങ്ങ് കാണിച്ചു. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറെ നേരം ചിരിച്ചു. എന്നിട്ട് വീണ്ടും വന്നിട്ടതാ കിടന്നുറങ്ങുകയാണ്. ആ 2ാം ഘട്ടത്തിൽ ഉറങ്ങിയ മുസ്തഫ പിന്നെ ഉണരുന്നില്ല, എണീക്കുന്നില്ല. കാരണം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അതേ ഉറക്കിൽ തന്നെ മരിക്കണം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ, രാത്രി കിടന്നുറങ്ങുമ്പോ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ എന്ന ദിക്ർ ചൊല്ലിയിട്ട് കിടന്നുറങ്ങണം എന്ന് ലോകനേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വെറുതെയല്ലല്ലോ. അതേ ഉറക്കിൽ എത്രയോ ആളുകളുടെ റൂഹങ്ങ് പിരിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണല്ലോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള മരണം എനിക്കും നിങ്ങൾക്കും പാഠമാണ്. ഉമ്മ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു. നാനും ബക്കറ്റ് ബണ്ടുണ്ട് മാത്രം ചെന്നിമയ്യ ഏതെങ്കിലും ഒരു പെണിങ്ങ ബെരിക്കും ഏൽ ചൊല്ലെ മാത്രം ഏലിട്ടില്ല ബക്കറ്റ് കിട്ടും. വെറുതെ അങ്ങനെ മനസ്സിന്റെ ഇവിടക്കാക്കടെ. ബിസ്മില്ലാ. അപ്പൊ എല്ലാരും കവറും കൊടുക്കട ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ, അതാ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് മാത്രം, അതില് സ്കാനർ ഇല്ലല്ലേ? ഇല്ല. മുഞ്ഞാണ്ട് ഒരു മൊത്ത് വാള് പോയ നോക്കുമ്പോ ചോപ്പ് ബക്കറ്റ് അല്ല, ഉള്ള പോലെ ചൊല്ലണല്ലേ. പുത്തൂർ ഭാഗത്ത് വാള് പോയത് ചോപ്പ് ബക്കറ്റ് നോക്കുമ്പോ ബക്കറ്റ് എതിർള്ള സ്റ്റിക്കറിൽ സ്കാനറും 10 വാട്ടിട്ടാറ്. പക്ഷെ ഞാൻ ഗൊന്തുണ്ടു ഇണ്ടത്തെ പെൺമ കയ്യിൽ പൈസയല്ല, മൊബൈലിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ മൊബൈൽ ഉണ്ടെങ്കിൽ സ്കാനർ ഉണ്ടെങ്കിൽ എന്താക്ക ഇങ്ങനെ കാട്ടല്ലേ, പൈസ എത്ര പൈസ കൊണ്ട് എല്ലാം മൊത്തം സ്കാനർ അല്ലേ ഇപ്പ, എല്ലാം മൊത്തം സ്കാനർ. അമ്മ ഇവിടെ ഇതിലിപ്പോ സ്കാനർ ഒന്നും ഇല്ല. കൊമ്മണ്ടായാൽക്ക് സ്കാനർ ഇക്കാലാണ്ട് കാണ്ട് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നല്ല പൈസ ആ ബക്കറ്റിലിടറും. ഉമ്മമാരെ നല്ല നീയത്ത് വെച്ചിട്ടിടറും. അല്ലാഹു തആല നിങ്ങൾ ആ നീയത്ത് അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അതേപോലെ അതിരൊട്ടിಗೆ കവറും കോന്നോണ്ടുള്ള ഇൻഷാ അല്ലാഹ് നാളെ മുഖ്താർ തങ്ങളുടെ നേതൃത്വത്തിൽ ജലാലിയ റാത്തീബിയുടെ മജ്ലിസ് ഇവിടെ നടക്കുക പോണ്ടു. അപ്പൊ നാളത്തെ സദസ്സ് നിങ്ങൾ വരുമ്പോ ആ കവറിൽ നല്ല നിങ്ങളെ ഉദ്ദേശ ഒരു നല്ല നീയത്തെല്ലാം വെച്ചിട്ട് ആ കവറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ല ഒരു സംഭാവന ഇട്ടിട്ട് കൊമ്പറു. അല്ലാഹു തആല നിങ്ങൾ എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാ ആ സംഭാവന ഇടരെ അല്ലാഹു ആ ഉദ്ദേശം ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ.
അള്ളാഹു മുസ്തഫാക്ക് സ്വർഗം കൊടുക്കട്ടെ. മുസ്തഫാന്റെ ബാപ്പാന്റെ കൈപിടിച്ച് അടുത്തിരുത്തി ദുആ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ബാപ്പാക്കും അതുപോലെ മുസ്തഫാന്റെ ഉമ്മാക്കും അള്ളാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവർക്ക് സ്വന്തം ഒരു ബാപ്പക്കും ആഗ്രഹമില്ലാത്തതാണ്, ഒരു ഉമ്മാക്കും ആഗ്രഹമില്ലാത്തതാണ് അവരുടെ ജീവിതകാലത്ത് മക്കളെ മയ്യത്ത് കണ്ണുകൊണ്ട് കാണാന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാക്കും താങ്ങാൻ കഴിയില്ല, ഒരു ബാപ്പക്കും സഹിക്കാൻ കഴിയില്ല. അതാണ് ആ ഉമ്മാക്കും ബാപ്പാക്കും കിട്ടിയത്. അല്ലാഹു തആല അവർക്ക് നല്ല ക്ഷമിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നൽകട്ടെ, നല്ല ക്ഷമ അല്ലാഹു നൽകട്ടെ, അത് താങ്ങാനുള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. ആ മുസീബത്തിന് പകരം ആ വീട്ടുകാർക്ക്, ആ കുടുംബത്തിന് അല്ലാഹു ധാരാളം ഖൈർ നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ ഇതുപോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് താക്കീത് നൽകാനുള്ളതാണ്. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട, നീ അല്ലാഹുവിന്റെ ദീന മറന്ന് നടക്കണ്ട, നീ ധിക്കാരിയായി നടക്കണ്ട. അല്ലാഹു തആല ഖുർആൻ കൊണ്ട് നിനക്ക് താക്കീത് നൽകുകയാണ്. ഒരിക്കലും അശ്രദ്ധയുള്ളവരാകരുത്. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങളിലുള്ള നിങ്ങളുടെ അശ്രദ്ധ അത് വല്ലാതെ പേടിക്കണം കേട്ടോ. ഏതാണ് ആ 3 കാര്യങ്ങൾ? അതിൽ ഒന്ന് അൽ ഗഫലതു അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ. ഒരിക്കലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഖൽബിൽ കടന്നു വരുന്നില്ല, അല്ലാഹുവിന്റെ ഓർമ്മ വരുന്നില്ല, അല്ലാഹുവിന്റെ ആലോചന വരുന്നില്ല. ആ അശ്രദ്ധയെ കുറിച്ച് നീ നന്നായി പേടിക്കണം. രണ്ടാമത്തെ അശ്രദ്ധ എന്താണ്? വൽ ഗഫലതു ഫീമാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസി. അതേ ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയിലുള്ള സമയത്ത്, ആ സമയത്ത് നിങ്ങൾ അശ്രദ്ധയുള്ളവരാകുന്നതിനെ പേടിക്കണം. അപ്പൊ ചില ആളുകൾ അശ്രദ്ധയോടുകൂടെ കിടന്നുറങ്ങി പോകും. സുബ്ഹാനല്ലാഹ്, സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നതാണ്, പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിച്ചിട്ട് തിരിച്ചു പോയി. പിന്നീട് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഇവർ അശ്രദ്ധവാന്മാരായി. അതേ, അവരവിടുന്ന് കിടന്നുറങ്ങുകയാണ്. ചോദിക്കട്ടെ എന്റെ ഉപ്പമാരോട്, പഴയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് പ്രായമുള്ള ഉപ്പമാര് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നാൽ സുബഹി ജമാഅത്തായി നിസ്കരിക്കും. ആ സുബഹി നിസ്കാരം കഴിഞ്ഞാലോ അതേ അവിടുന്ന് ഇരുന്നിട്ട് ദിക്റ് ചൊല്ലും. അവിടുന്ന് എണീറ്റ് പുറത്തേക്ക് വരാറില്ല, ദിക്റ് ചൊല്ലും. ആ ദിക്റിങ്ങനെ ചൊല്ലി 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 കുറച്ചങ്ങ് കഴിയുമ്പോഴേക്ക് സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ചിട്ട് ഒരു ചാണ് കതിറങ്ങ് ഉയർന്നിട്ട് അത് കുറച്ചും കൂടി അങ്ങ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കും. ആ ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം അന്നത്തെ ഉപ്പമാർക്കറിയാം, ആ സ്വഭാവമുള്ള ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് നൽകുന്ന പ്രതിഫലം ചെറുതല്ല. പരിപൂർണമായ ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. ഇത് ഞാൻ ഉമ്മമാരോടും പറയുന്നു. സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കണം വീട്ടില്. നിങ്ങളുടെ മരുമക്കളില്ലേ, നിങ്ങളുടെ പെൺമക്കളില്ലേ, ആ മരുമക്കളെയും പെൺമക്കളെയും കൂട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കണം. പുരുഷന്മാര് പള്ളിയിൽ വന്ന് സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുമ്പോ വീട്ടിലുള്ള സ്ത്രീകൾ സുബ്ഹി ജമാഅത്തായി സ്ത്രീകൾ നിസ്കരിക്കണം. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം. സൂര്യൻ ഉദിച്ചിട്ട് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്ക് ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചിട്ട് നിങ്ങൾ ബാക്കി വിഷയത്തേക്ക് ഇറങ്ങണം. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കേണ്ടി വരും. സാരല്ല, ദിക്ർ ചൊല്ലിക്കൊണ്ടേ കട്ടൻ ചായ ഉണ്ടാക്കാമല്ലോ. ദിക്ർ ചൊല്ലിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുണ്ട്. കൊറേ പെണിങ്ങ ചൊല്ലുന്നതിനൊന്നുണ്ടാ ഉസ്താദ്, അയാൾക്ക് ഞാൻ എത്രേ ചാക്കിരിയാക്കിയെങ്കിൽ ഉസ്താദ്, അയാൾക്ക് നന്നിട്ടൊരു പിർസവേ വന്നില്ല ഉസ്താദ്.
നിങ്ങളെ കുറിച്ച് പറയാ, നിങ്ങളെ വക എന്തെങ്കിൽ നിങ്ങളുണ്ടല്ല, നിങ്ങൾ നല്ല മാഷാ അല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ ബർക്കത്ത് തരട്ടെ. കുറെ ആണികളെ വക കുറെ പെണിങ്ങ ചൊല്ലേണ്ടുണ്ടു. ഉസ്താദ് എന്തെല്ലാം നങ്ങ അങ്ങ് കിസ്മത്ത് എടുക്കടാ, കിസ്മത്ത് എന്തെല്ലാം നങ്ങ കിസ്മത്ത് ഖിദ്മത്ത് എടുക്ക, എന്തെല്ലാം നങ്ങ കിസ്മത്ത് എടുക്കടാ, നങ്ങ ചാക്കരിയാക്കടാ ഉസ്താദ്. ആയെങ്കും ആക്കു ചുമ്പകും ഞങ്ങളൊട്ടൊരു വിർസവണ്ടമേ ഇല്ല പോ, അയാൾക്ക് ഞങ്ങളൊട്ടൊരു വിർസവണ്ടമേ ഇല്ല. ആർക്ക്? മാപ്പിളേക്ക്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ അതൊക്കെ നല്ലൊരു സ്വരം എടുക്കണം. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നില്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹുടെ പേരുടെ കൂട്ടത്തിൽ ഒരു പേരായിട്ടിക്കിടേ, യാ മുഹ്സി യാ മുഹ്സി. ആ റബ്ബുടെ പേരുക, ആ പേരുകും ഒരു പ്രത്യേകത ഉണ്ടു. നുപ്പാടെന്നാണ് യാ റഹീമുകളുടെ പേരുകളുള്ള പ്രത്യേകത നിങ്ങളൊട്ട ചൊന്നല്ലേ ഉമ്മമാരെ. ഇതുപോലെ യാ മുഹ്സി എന്ന അല്ലാഹുവിന്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പേരിന്റെ പ്രത്യേകത? അതേ, ഭക്ഷണമുണ്ടാക്കുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, അതേ സൂറത്തു യാസീനിലെ ഈ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു മനസ്സിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ആഗ്രഹമുണ്ടോ? ആ മനസ്സ് എന്നെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരാണത്? ഭർത്താവാണ്. ആ ഭർത്താവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളോട് ഭർത്താവിനൊരു സ്നേഹമുണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതേ, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 20 തവണ 20 മറ, ഒരു 20 പ്രാവശ്യം യാ മുഹ്സി യാ മുഹ്സി യാ മുഹ്സി യാ മുഹ്സി, ആ 20 തവണ അതങ്ങനെ ചൊല്ലിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ നിങ്ങളെ ഭർത്താവിന് നിങ്ങളോട് നല്ല സ്നേഹം ഖൽബിൽ ഉദിക്കും കേട്ടോ. ഇത് ഞാനല്ല പറയുന്നത്, ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. സുഹൃത്തുക്കളെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് താക്കീത് നൽകാനുള്ള ഗ്രന്ഥമാണ്. 3 അശ്രദ്ധ അല്ലാഹു തആല വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 3 അശ്രദ്ധകൾ. അതിൽ 2 ഞാനിവിടെ പറഞ്ഞു. ഇനി 3ാമത്തെ അശ്രദ്ധ എന്താണ്? വഗഫലത്തുർ റജുലി അൻ നഫ്സിഹി ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ ഒരു അശ്രദ്ധ വന്നു പോകുന്നത് നന്നായി പേടിക്കേണ്ടതുണ്ട് ജനങ്ങളെ. ഒരിക്കലും ദീനിന്റെ വിഷയത്തിൽ അശ്രദ്ധയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നരകാവകാശികളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? സൂറത്തു യൂനുസിൽ അല്ലാഹ് പറയാണ്, വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. എന്റെ ആയത്തുകളെ തൊട്ട്, എന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരായി നടന്ന പുരുഷന്മാരും സ്ത്രീകളും ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി അവരുടെ അഭയ കേന്ദ്രം അത് നരകമാണ് കേട്ടോ. കാരണം എന്തേ? ഞാൻ എത്ര അശ്രദ്ധവാനായി നടന്നാലും എന്റെ റബ്ബ് അശ്രദ്ധവാനല്ലല്ലോ. ആ റബ്ബിന്റെ അടിമയായ ഞാനും നിങ്ങളും എത്ര അശ്രദ്ധവാന്മാരായി നടന്നാലും എന്റെയും നിങ്ങളുടെയും റബ്ബ് ഇല്ലാത്തവനല്ലല്ലോ. ആ റബ്ബിന് നല്ല ശ്രദ്ധയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ആ റബ്ബിനെ ധിക്കരിച്ച് നടന്നവനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ.
ഇബ്ലീസ് അല്ലാഹുവിനോട് ഞാൻ നിന്റെ അടിമകളെ തെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോ ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞില്ലേ, നിന്നെയും നിന്റെ അനുയായികളെ കൊണ്ട് ഞാനതാ നരകം നിറക്കുകയാണ്. നരകത്തിൽ ഞാൻ നിറക്കുന്നത് നിന്നെയും നിന്റെ അനുയായികളെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിലുണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞങ്ങളുള്ള സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. കടന്നു വന്നപ്പോ തങ്ങളെ കയ്യിൽ രണ്ട് കിതാബുകളുണ്ട്. ആ കയ്യിൽ രണ്ട് കിതാബും പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ മജ്ലിസിലേക്ക് വരുന്നത്. വലത് കയ്യിൽ ഒരു കിതാബുണ്ട്, ഇടത് കയ്യിൽ വേറൊരു കിതാബുണ്ട്. ഫഖാല ലില്ലദീ ഫീ യദിഹിൽ യുംനാ, വലത് കയ്യിലുള്ള കിതാബിലേക്ക് കാണിച്ചിട്ട് സ്വഹാബത്തായ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കിതാബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ സ്വഹാബത്തെ? ഈ കിതാബ് ഹാദാ കിതാബും മിർ റബ്ബിൽ ആലമീൻ, ഇത് അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്റെ ഈ വലത് കയ്യിലുള്ള കിതാബ്. ഈ കിതാബിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കിതാബിലുള്ളത് ഫീഹി അസ്മാഉ അഹ്ലിൽ ജന്ന, അതേ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പേരുകളാണ്. ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ബാപ്പമാരുടെ പേരാണ്, അവരുടെ ഗോത്രത്തിന്റെ പേരാണ്. അവസാനം വരെയുള്ള ആളുകളെ പേര് ഈ കിതാബിലുണ്ട്. ഈ കിതാബിലുള്ള പേരിനേക്കാൾ കുറയൂല, കൂടുകയും ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈയിലുള്ള കിതാബിലേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ ഈ കിതാബ് എന്താണെന്ന് അറിയാമോ? ഇതും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കിതാബാണ്. ഈ കിതാബിലുള്ളത് എന്താണ്? ഫീഹി അസ്മാഉ അഹ്ലിന്നാർ, ഈ കിതാബിലുള്ളത് നരകക്കാരുടെ പേരുകളാണ്. വ അസ്മാഉ ആബാഇഹിം വ ഖബായിലിഹിം, നരകത്തിൽ പോകുന്നവരുടെ ബാപ്പമാരുടെ പേരാണ്. ആ നരകത്തിൽ പോകുന്നവരുടെ ഗോത്രങ്ങളുടെ പേരാണ്. ഇതിൽ ഉള്ളതിനേക്കാൾ കൂടുകയും ഇല്ല, കുറയുകയും ഇല്ല. ഈ രണ്ട് കിതാബ് കാണിച്ചിട്ട് ആ രണ്ട് കിതാബ് ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് അല്ലാഹു റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് അല്ലാഹു തആല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ കൂടുതലും ആളുകൾ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? കൂടുതൽ ആളുകളും നരകത്തിലേക്കാണോ പോകുന്നത്? വലത് കയ്യിലുള്ള കിതാബിലാണോ കൂടുതൽ പേരുള്ളത്? ഇടത് കയ്യിലുള്ള കിതാബിലാണോ കൂടുതൽ പേരുള്ളത്? വലത് കയ്യിലുള്ള കിതാബിൽ സ്വർഗത്തിൽ പോകുന്നവരുടെ പേരാണുള്ളത്. ഇടത് കയ്യിലുള്ള കിതാബിൽ നരകത്തിൽ പോകുന്നവരുടെ പേരാണുള്ളത്. എന്നാൽ കൂടുതലും മെജോറിറ്റി ഉള്ളത് ഇടത് കയ്യിലുള്ള കിതാബിലാണ്. എന്തേ കാരണം? ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അധികരിച്ച ആളുകളും അല്ലാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ ഈമാൻ വെച്ച് പുലർത്താത്തവരാണ്, വിശ്വാസം വെച്ച് പുലർത്താത്തവരാണ്. അല്ലാഹുവിൽ വിശ്വാസം വെച്ച് പുലർത്തി സ്വർഗത്തിൽ പോകുന്ന ആളുകളോ അവർ വളരെ കുറഞ്ഞ പേരാണ്. കൂടുതൽ ആളുകളും നരകത്തിൽ പോകുന്നവരാണ്. ആ നരകത്തിൽ പോകുന്ന ആളുകളെ പരലോകത്ത് വെച്ച് ശിക്ഷിക്കുന്ന രംഗം എങ്ങനെയാണ്? അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ. ആ
ആ നരകക്കാരെ പരലോകത്ത് ശിക്ഷിക്കുന്നത് എങ്ങനെയാണ് ചെറുപ്പക്കാരാ? ഖുർആനിൽ അല്ലാഹ് പറയാണ്, അവരുടെ പെരടികളിൽ ഞാനതാ ഒരു മാല വെച്ചു കൊടുക്കുന്നു, ഒരു ചങ്ങല വെച്ചു കൊടുക്കുന്നു. ആ ചങ്ങല അതുകൊണ്ട് കയ്യിനെ കെട്ടിവെക്കുകയാണ്. ആ കൈ കൊണ്ട് പെരടി വരെ കെട്ടിവെക്കുകയാണ്. അവരെ അങ്ങനെ ശിക്ഷിക്കുകയാണ്. ഫഹിയ ഇലൽ അദ്ഖാനി, താടിയെല്ല് വരെ അത് നീണ്ടു നിൽക്കുന്നു. അങ്ങനെ താടിയെല്ല് വരെ അതിനെ അങ്ങ് കെട്ടിവെക്കുമ്പോ അവർക്ക് അതാ തല ചലിപ്പിക്കാൻ കഴിയില്ല, തല അനക്കാൻ കഴിയില്ല. ആ രൂപത്തിലാണ് അവരെ ശിക്ഷിക്കുന്നത്. എന്നിട്ടോ അല്ലാഹ് വീണ്ടും പറയുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുന്നിൽ ഞാനൊരു ബന്ദ് ചെയ്തിട്ടുണ്ട്, അവരുടെ ബാക്കിലും ഞാനൊരു ബന്ദ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അവർക്ക് പരിസരത്തുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധത്തില് ഞാൻ അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഫഹും ലാ യുബ്സിറൂൻ, പരിസരത്തുള്ളതൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. ആ രൂപത്തിലാണ് നരകക്കാരെ ഞാൻ ശിക്ഷിക്കുന്നത്. അത് വല്ലാത്ത ശിക്ഷയാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, യാസീൻ സൂറത്തിലെ ഈ ആയത്തിന് വലിയ ബഹുമാനമുണ്ട്. ഏത് ആയത്ത്? യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് തുടക്കം മുതൽ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 4 ഔത്ര പുറത്ത് പോണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് തുറന്നു നോക്കാം. പോവാത്തൊന്നുമില്ല. എന്തേ പോവാത്ത നിങ്ങ? പെഞ്ഞ പുള്ള കണ്ടല്ലേ പോകോ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഭാഗം ഒന്ന് ഓതിയിട്ട് പോകണം. വീട്ടിൽ നിന്ന് പോകുമ്പോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ മുതൽ നമുക്കത് തുടക്കം കുറിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, കാരണം ഞങ്ങൾക്ക് ഏത് ഭാഗത്ത് ശത്രുക്കളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇത് പുരുഷന്മാരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്ത്രീകളോടും കൂടി ഞാൻ പറയാം. ഏത് ഭാഗത്തു നിന്ന് ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളെ കുഞ്ചില് കൈയിട്ടവനായിട്ടിരിക്കും ഞങ്ങളെ ശത്രു. ഞങ്ങ പേരിക്കിടെ ഓണിങ്ങനെ കുഞ്ചി കൈയിട്ട് നടക്കുമ്പോ ഓ നന്റെ ചട്ടി ജോസ്തി വെറുതെ കുഞ്ചിക്ക് കൈയിടക വേണ്ടാണ്. അവന്റെ ഒരു നോക്കണമെന്നല്ലേ. അള്ളാഹു നമുക്ക് നല്ല ബോധ തരട്ടെ. എന്താ ആമീൻ ചൊല്ലാത്തെ? കുഞ്ചിക്ക് കൈയിട്ടോണ്ട് കൊണ്ടിട്ട് കുടുങ്ങിയത് നെനപ്പാക്കടയായിട്ടിക്കും ഇപ്പൊ അല്ലേ? ഇത് ഒക്കുമായ വിഷയമേ. കാരണം നന്റെ കുഞ്ഞു കൊടുത്ത കൈയിട്ടോ ഇന്ന് അവന്റെ കൊണ്ടിട്ടേ നാ കുടുങ്ങിയോ ഡഗിൽ ബജി. അങ്ങനൊക്കെ ചിന്തിക്കണ ആള് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. മുത്തുനബി തങ്ങഞ്ഞൊന്നുമില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്പകാവിടെ ഒരു ചങ്ങായിയുടെ ലാസ്റ്റ് ടൈമില് കിട്ടില്ല പാലക്കാരാ. നമ്പകാവിടെ ഒരു ചങ്ങായി ഉള്ളല്ലേ, അവിടെ നമുക്ക് നമ്പ. അങ്ങനത്തെ ചങ്ങായി ഒരാണും ഒരു പെണ്ണും കിട്ടാത്ത ഒരു കാല ലാസ്റ്റ് കാലത്തിൽ പണ്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പകാവില്ലേ? അതുകൊണ്ടാണ് എന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും പല ഭാഗത്തു നിന്ന് വരുന്ന ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഞാൻ ഇപ്പോൾ ഓതി കേൾപ്പിച്ച വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ അതുവരെ ഓതിയിട്ട് പോകണം. എന്നാൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിന്റെയും സിഹിർ ഏൽക്കൂല. ഒരു ശത്രുവും നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലും നടക്കൂല. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ, എന്റെ വേല കേൾക്കുന്ന യുവതികളെ,
വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഴയ കാലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആര് ഞങ്ങളെ ആലാട്ട് കേക്കോണായ അകത്യ വന്നോണ്ടിന്നില്ല. പണ്ട് ഒരാള് ആത്മഹത്യ ആക്കിയ വിഷയം കിട്ടിയെങ്കില് ആറ് ഞങ്ങള ആളാ അങ്ങനെ കേക്കണായ ഒരു അകത്യ വന്നോണ്ടിന്നില്ല. എന്തേ കാരണ പണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ആരും ജീമ എടുത്തോണ്ടിന്നില്ല, പള്ളി എടുത്തോണ്ടിന്നില്ല. അതേ സമയം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ അടുത്ത് കുപ്പട്ടിയിൽ എന്റെ വാല് കേൾക്കുന്ന യുവതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സഹോദരിമാർ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ്. ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഫാനിൽ തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തതാണ്. എന്തേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നറിയുമോ പെങ്ങളെ? കാരണം എന്തേ? അവൾ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ അതേ പ്രണയത്തിന്റെ ചതിയിൽ പെട്ടുപോയതാണ്. ആ ചതിയിൽ അവൾ പെട്ടുപോയി. ശത്രുക്കള് പല ഭാഗത്തു നിന്നും വല വീശു. ആ ചതിയിലൊന്നും പെട്ടുപോകാൻ പാടില്ല. പാപം ഇവളങ്ങ് ആ ചതിയിൽ പെട്ടുപോയി. പിന്നീട് അവൾക്ക് കുറ്റബോധമുണ്ടായി. നന്നാകണമെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ഈ ചങ്ങാതി നന്നാകാൻ വിടൂല. അവൻ പറയാണ്, നീ നന്നാകാൻ ഞാൻ വിടൂല, നിന്നെ എനിക്ക് തന്നെ വേണം. എന്തേ കാരണം? നിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ജനങ്ങൾക്ക് കാണിച്ചിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാം. ഇവളാകെ കുടുങ്ങിപ്പോയില്ലേ പെങ്ങളെ? അവസാനം ഇവൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെയായപ്പോ തൽക്കാലം രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ വഴി ഒരു ഫാനാണ്. ആ ഫാനിൽ അവളങ്ങ് തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കും വരാതിരിക്കണമെന്ന് ഒരു നല്ല ചിന്തയോടെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോ, കോളേജിന് പഠിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ പല നിലക്കും നിങ്ങളെ വശീകരിക്കാനും നിങ്ങളെ നശിപ്പിക്കാനും പല ശത്രുക്കളും നിങ്ങളെ പിന്നാലെ നടക്കും. ആ ശത്രുവിന്റെ ഒരു പ്രവർത്തനത്തിലും നീ പെട്ടുപോകാതിരിക്കാനാണ് നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകുമ്പോ യാസീൻ സൂറത്തിന്റെ ആദ്യ ഭാഗം മുതൽ ഇപ്പോൾ ഞാൻ ഓതി കേൾപ്പിച്ച അതുവരെ ഒന്ന് ഓതിയിട്ടാണ് നീ നിന്റെ വീട്ടിൽ നിന്ന് പോകേണ്ടത്. എന്നാൽ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിനും നിന്നെ കാണൂല. ആ ഒരു ശത്രുവിന്റെ ഒരു കുതന്ത്രവും നിന്നിൽ ഫലിക്കൂല. അതുകൊണ്ടല്ലേ ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മഹത്വമുള്ള വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് വീട്ടിന്റെ പരിസരത്ത് ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തങ്ങൾ അവിടുന്ന് ഒരു പിടി മണ്ണങ്ങെടുത്തു. ആ മണ്ണങ്ങെടുത്തിട്ട് അതേ ശത്രുക്കൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ടതാ ഈ ആയത്ത് അവിടുന്ന് ഓതുകയാണ്. യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതുകയാണ്. അങ്ങനെ ഓതിയപ്പോഴാണ് അല്ലാഹു തആല അവരുടെ കാഴ്ചകളെ പിടിച്ചു വെച്ചു. ഫലം യുബ്സിറൂഹു, ആ ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഖുർആനിൽ അല്ലാഹ് പറയാണ്, വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. എല്ലാവരും നെഞ്ചി നിൽക്കുന്നു.
ഇപ്പൊ നിങ്ങൾ എഞ്ചി നിണ്ടാറല്ലേ, നിങ്ങൾ ഒരു പോണ നാട്ടത്തോൽ മാത്രം നവാൽ ചൊല്ലു. നിങ്ങ ഇപ്പൊ എഞ്ചി നിണ്ടാറല്ലേ, നിണ്ടാറില്ലേ, നിണ്ടാറ് നിണ്ടിട്ട് ദച്ചാറില്ലേ, ദച്ചാർ. ഈ നിണ്ടതും ഈ ദച്ചതും ഇതാറ് പടച്ചേ? നിങ്ങ പടച്ചമ്മ അല്ല പടച്ച? ജോറ് ചൊല്ലോർ അതേ ഉത്തര, വേറെന്തോ. ആറ് പടച്ചേ? അല്ല പടച്ച. അതായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. നാനിപ്പ നന്റെ കൈ ഇങ്ങനെ പൊക്കിട്ടുമ്മ തെല്ല് കേക്കോറുമ്മ പഠിക്കോറുമ്മ, നാനിങ്ങനെ കൈ ഇങ്ങനെ മേലാക്കിയ, ഇപ്പൊ ഈ കൈ ഇങ്ങനെ മേലാക്കിയ ചൊല്ലുടെ ഈ പ്രവൃത്തി ഇത് ആറ് പടച്ചേ? നാ പടച്ചമ്മ, നാ പൊക്കി വെക്കോ? ഇത് പടച്ചതാറ്? ഒന്ന് ചൊല്ലോർ നോക്കാം. അല്ലാഹു. അതായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതേ ടൈമിൽ സുന്നത്ത് ജമാഅത്തിനെ പുറത്തുപോയ ഒരു വിഭാഗം ആൽമാറുള്ള അങ്ങനെ പേര് ഖദ്രിയ ഉണ്ടായിട്ട്. ഖദ്രിയ അങ്ങനെ വാദേന്ദ്രം ഒന്നുണ്ടാ? അങ്ങനെ മനുഷ്യമേ പടക്കടേ, അല്ല അല്ല പടക്കടേ, കൊറിയ അല്ല പടക്കടേ, കൊറിയ മനുഷ്യ പടക്കടേ. അങ്ങനല്ല, എല്ലാം പടക്കുന്നവൻ അല്ലാഹുവാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നിങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്, നിങ്ങളെ മാത്രമല്ല. വമാ തഅമലൂൻ, ഖുർആനിൽ അല്ലാഹു പറയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയും പടച്ചവൻ അല്ലാഹുവാണ് കേട്ടോ. എന്നാൽ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഖദ്രിയാക്കൾ. ആ ഖദ്രിയാക്കളുടെ വാദം എന്താണ്? അവരുടെ പ്രവർത്തനങ്ങളെ പടക്കുന്നത് അവർ എന്നാണ്. അതിന് എതിരായിട്ടുള്ള ആയത്താണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വസഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. ഓ നബിയേ, നിങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകിയാലും ജനങ്ങൾക്ക് നിങ്ങളെ താക്കീത് നൽകിയിട്ടില്ലെങ്കിലോ അവർ ഒരിക്കലും വിശ്വസിക്കൂല. കാരണം തങ്ങളെ താക്കീത് നൽകുന്നുണ്ടെങ്കിലും അവരുടെ വിശ്വാസത്തെ പടക്കുന്നവൻ അല്ലാഹുയാകുന്ന ഞാനാണ് കേട്ടോ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ആ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ നാടുകളിൽ നിലനിർത്താനാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാര് ശ്രമിച്ചത്, മഹാന്മാരായ ആലിമീങ്ങൾ ശ്രമിച്ചത്. ഇവിടെ നോട്ടീസിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിലുള്ള അനുസ്മരണ പരിപാടിയാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റു മഹത്തുക്കളുടെ അനുസ്മരണ പരിപാടിയെന്നും കാണുന്നുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ഖബറുകളിലേക്ക് ഈ ഇൽമിന്റെ സദസ്സിന്റെ മിസ്ല് സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പന പറല്ലാഹു മർഖദ ഈ പരിസരങ്ങളിൽ ജീവിതകാലത്ത് പല തവണ വന്ന മഹാനാണല്ലോ. ആ മഹാനല്ലേ സത്യം മാത്രം പറയുന്ന മഹാൻ. വലൗ വഹ്ദി നാണ് ഒർത്തായെങ്കും സമ നണ്ടൊട്ടിಗೆ ആലുള്ളാറ നണ്ട ബൽത്തമോത്തും നണ്ട എടത്തമോത്തും നണ്ട എതിർലും നണ്ട പെറവലും ആലുള്ളാറാണ്ട് നാ നോക്കില്ലേ. വലൗ വഹ്ദി നാണ് ഒർത്തായെങ്കും സമ സുന്നത്ത് ജമാഅത്ത് നാനുടെ ചൊന്നോണ്ടിക്കടേ. സയ്യിദുനാ താജുൽ ഉലമാ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ ഒരു സ്പിരിറ്റ് തങ്ങുക പറകുള്ള കാരണമേ ഒന്നുണ്ടാ. തങ്ങുക ആ ഒരു സ്പിരിറ്റ് പറകുള്ള കാരണം തങ്ങളെ ഉമ്മ അല്ലാഹു ആ ഉമ്മയുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ ഉമ്മ രണ്ട് മക്കളെ, രണ്ട് ആണുമക്കളെ താജുൽ ഉലമാ തങ്ങളും തങ്ങളെ സഹോദര രണ്ട് ആണുമക്കളെ മുട്ട വിളിച്ചിട്ട് ചൊന്നു ഇന്തുല, മക്കളെ നല്ലത് മാത്രം പറയണം, നല്ലത് മാത്രം ചിന്തിക്കണം, നല്ലത് മാത്രം കാണണം, നല്ലത് മാത്രം കേൾക്കണം, നല്ലത് മാത്രം ചെയ്യണം. 5 ഉപദേശം എപ്പോഴും മക്കളെ വിളിച്ചിട്ട് കൊടുത്തോണ്ടിന്ത്. നല്ലത് മാത്രം കേൾക്കണോ, നല്ലത് മാത്രം കാണണോ, നല്ലത് മാത്രം ചിന്തിക്കണോ, നല്ലത് മാത്രം ആക്കണോ, നല്ലത് മാത്രം ചൊല്ലണോ, നല്ലത് മാത്രം നേര് മാത്രം ചൊല്ലണോ. എന്നിട്ട് ആ ഉമ്മ മോണ്ടട്ട ചൊന്നോണ്ടിന്തുല മക്കളെ, ആ നേര് ചൊല്ലുമ്പോ ചിലപ്പോ അത്ര സ്വാദ് കിട്ടാലേ, നേര് ചൊല്ലുമ്പോ അത്ര സ്വാദ് കിട്ടാലേ, കൈപ്പേട്ടിക്കൂ
നേരു ചൊല്ലേക്ക് ചിലപ്പോ കൈപ്പയ്ക്കൂ, പക്ഷേ അതാ ടൈമിലുള്ള കൈപ്പ പിന്നെ നല്ല സുവാദ് കിട്ടറതുക്ക് ആ കൈപ്പ ആയെങ്കിൽ പോലും നേര് മാത്രം ചൊല്ലണു മക്കളെ. അതാണ് താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർഖദാ സത്യം മാത്രമേ പറഞ്ഞു. അല്ലാഹു ആ മഹാന്മാരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആലിമീങ്ങളെ കുറ്റം പറയുന്ന സ്വഭാവം പാടില്ല, തങ്ങന്മാരെ ചീത്ത പറയുന്ന സ്വഭാവം പാടില്ല. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞവൻ, തങ്ങന്മാരെ കുറ്റം പറഞ്ഞവൻ ഇന്ന് വരെ വഷളാകാതിരുന്നിട്ടില്ല. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. ഞാനിത് പറയുന്നത് ഗ്രൂപ്പിനെ കുറിച്ചല്ലോ, അത് അപ്പുറാണ്, ഗ്രൂപ്പിന്റെ വിഷയം അപ്പുറാണ്. അതല്ല ഞാൻ പറയുന്നത്. ഒരേ മഹലാണെങ്കിൽ പോലും, ഒറ്റ കൂട്ടരുടെ മഹലാണെങ്കിൽ പോലും ചില ആളുകൾക്ക് മൊയ്ലിയാമാര് എന്ന് പറയുമ്പോ ഭയങ്കര കൊസി. കുപ്പെട്ടിലുള്ള ചമ്മ ഉസ്താദുമാരെ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ ചൊല്ലണായിട്ട് ഒരു വിഷയം കണ്ടില്ല. ഈ നാട്ടിൽ അല്ലാഹു തആല ദീനി ചൈതന്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അതേ സമയത്ത് കൊറിയാൽമാരെ ബിയാറ ഉസ്താദുമാരെന്തോ ആക്കോ തീറ, ഉസ്താമാരെ പെഞ്ഞൈമാരെ എവിടം പോത്തീറ, ഉസ്താമാരെ മക്ക എവിടം പോത്തീറ. പാവം ചെറിയ മക്കള്, പെൺകുട്ടികള് അവരെങ്കാലും ഫുള്ള് കൈയിടാതെ പകുതി കൈയിട്ടിട്ടെങ്കാലും വന്നാൽ എന്തെടി ഉസ്താദിനെ മോലായിട്ട് നീന്, അതങ്ക് വേഗം തൈണ്ട് ഉസ്താമാരെ പെഞ്ഞൈമാരായിട്ട് ചിരിച്ചോണ്ടുള്ളേ. എന്തെടി ഉസ്താദിനെ മോലായിട്ട് നീന് അല്ലേ? അല്ല കാക്ക, ഉസ്താദുമാരെ മക്കൾക്ക് മാത്രല്ലല്ലേ ഈ നിയമം എല്ലാവർക്കും ഉള്ളതല്ലേ അല്ലേ? ഓ ഉസ്താദിന് പെഞ്ഞൈമീത്തു മക്കനെല്ലാം ഇട്ടിട്ട് ഉസ്താദിനെ പെഞ്ഞയും മുഖം മുസ്കെല്ലാം ഇട്ടിട്ട് കയ്യക്ക് എന്തിനാ കൈവറ ഇട്ടിട്ട് കാലക്ക് സോക്സ് എല്ലാം ഇട്ടിട്ട് വരുമ്പോ മങ്ങിൽ തൗത്തുള്ളൂ. എന്തരടി ബാവ നിന്റെ അവസ്ഥ? ദമ്മ് കെട്ടില്ലേടി നിക്ക്? ദമ്മ് കെട്ട് അസ്തമ ഉണ്ട, ദമ്മുടെ സീക്കുണ്ട. അല്ല, ഉസ്താദുമാര് ഭാര്യമാര് മാത്രല്ല കേട്ടോ, നല്ല ദീനുള്ള എല്ലാരും നല്ല നല്ല പെണിങ്ങ മീത്തു ഇങ്ങനെ വരുമ്പോ ബാക്കി പെണിങ്ങല്ല പേരും കാട്ടിയുണ്ടല്ലേ കിടാറ് അങ്ങ് വിഷയമല്ല. അപ്പൊ ബാക്കി കുറെ പെണിങ്ങുണ്ട്, ആ പെണിങ്ങോട് തെച്ചിട്ട് ഇങ്ങനെ കേക്കടേ ദമ്മ കെട്ടില്ലടി ബാവ ഇതിങ്ങനെ ഈ സെക്ക ഏനമ്മ സെക്ക എടുക്കറ് ഓളും കൈ കാലുക്ക് സോക്സ് കൈക്ക് കൈവറ ഗ്ലൗസു മക്കനെട്ടി എല്ലി എഡ്രി ബാവാ. എന്തികുമ്മ അയിമ സ്വർഗത്ത് റൂട്ടുണ്ടുമ്മ, എന്തികുമ്മ അയിമടെ നിങ്ങൾ റൂട്ട് വിളിച്ചോണ്ടല്ലേ, അയിമ പാട്ടുമ്മ പോയിട്ട് സ്വർഗത്ത് എത്തട്ടുമ്മ. അങ്ങനെയുണ്ടല്ലോ വരുമ്പോ വന്നാല് ഉസ്താദ് വന്നാൽ ഉസ്താദുമാരെ പെഞ്ഞൈമാർ അവിടെ അത്ര സുലഭത്തെ വിഷയം അല്ല. അതുകൊണ്ടിട്ട് എല്ലാവർക്കും ഭർത്താവില്ലാതിക്കെ ഉസ്താദിനെ പെഞ്ഞയായെങ്കിൽ ഒരു മോത്ത് പോകണ്ട, ഒരു മോത്ത് ബറവുണ്ട. ചെന്നെങ്കിൽ പോക ബറകില്ലാണ്ടെന്നും അല്ല, എല്ലാ രൂപത്തിൽ പോയി പറകാവില്ല, പോണായ രൂപത്തിൽ പോയിട്ട് പോണായ രൂപത്തിൽ പറകാവും. എല്ലാ മൊത്തം പോയിട്ട് ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയിട്ട് തിരുമാറ്റം മുഖ തുറന്നു വെച്ചിട്ട് എതിർത്തങ്ങെല്ലാം നോക്കണേ ഉസ്താര പെഞ്ഞരെ നോക്കാ. അല്ല, അത് ഉസ്താദ് വിടില്ലേ, അത് ഉസ്താദ് ഉണ്ടല്ല, ദീനി ബോധമുള്ള ഒരു മാപ്പിളയും വിടില്ലല്ലേ. എന്റെ പെഞ്ഞയുടെ ബാക്കി എന്തെങ്കിലും നോക്കണേ. ചില ചങ്കില്ലാത്ത മാപ്പിളമാറുള്ളാർ കുപ്പെട്ടിലൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ ചമ്മ ചൊല്ലേ ഓന് എടുത്തു വെച്ചിട്ട് ഓന്റെ സ്റ്റാറ്റസിൽ ഇപ്പൊ എല്ലാ ഉത്ഭവം പോയിട്ട് ഇടകൊള്ളവർ പക്കാത് സ്റ്റാറ്റസിൽ എടുത്തു വെച്ചിട്ട് മൈ ആൻഡ് മൈ സ്വീറ്റ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പെഞ്ഞയുടെ ഫോട്ടോ മോന്റെ ഫോട്ടോ എടുത്തിട്ട് മങ്ങിൽ തപ്പത്തെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസിൽ എന്തിക്ക് വാവ നോക്കാം. അല്ല, നിങ്ങളെ പെഞ്ഞയുടെ നിങ്ങക്ക് നോക്കിയമ്മയല്ലേ ഇടീ റായത്തങ്കു എത്ര ആൽമാറുള്ളാർ എല്ലാരും നോക്കിടാം. അങ്ങനല്ലേ? അതിങ്ങനെ കാട്ടരകത്യൊന്നും ഇല്ലല്ലേ? അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അന്ന് ജീവിച്ചിരുന്ന ഒരു പുത്തൻവാദിയുണ്ട്.
ഞാൻ പറയട്ടെ, ഒരിക്കലും ആലിമീങ്ങളെ കുറ്റം പറയരുത്. അത് പുത്തൻവാദികളുടെ സ്വഭാവമാണ്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെരിച്ചു പോയവരുടെ സ്വഭാവമാണ്. ആ പുത്തനാശയക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ചങ്ങാതി, എനിക്ക് നിന്നെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നീ ഇങ്ങനെ പുത്തൻവാദം പ്രചരിപ്പിക്കുന്നയാളാണെന്ന്. അപ്പ ആ മനുഷ്യൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, ഇല്ല, ഒരിക്കലും ഞാൻ പുത്തൻവാദം പ്രചരിപ്പിക്കുന്നില്ല. ആളുകൾ എന്നെ കുറിച്ച് കള്ളം പറയുകയാണ്. അപ്പൊ ഉടനെ മഹാനവരുകൾ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ സൂറത്തു യാസീനിന്റെ തുടക്കം മുതൽ അതേ വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും അതേ ലാ യുഅ്മിനൂൻ എന്ന ആയത്തുകളൊന്ന് ഓതാൻ പറഞ്ഞു. അപ്പൊ ഈ പുത്തൻവാദി ആ ഭാഗം ഇങ്ങനെ ഓതുകയാണ്. ഓതിയിട്ട് ഈ പുത്തൻവാദി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇതിനു മുമ്പ് ഞാൻ ഈ ആയത്ത് ഓതിയിട്ടില്ല. ഇപ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് സത്യമെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആ മഹാനവരുകൾ ഈ പുത്തൻവാദിയോട് പറയാണ്, അതേ, നീ തൗബ ചെയ്യണേ. ആ പുത്തൻവാദി എവിടുന്ന് തൗബ ചെയ്യുകയാണ്. എന്നിട്ടോ പുത്തൻവാദിയുടെ തൗബ അത്രയും എളുപ്പത്തിൽ നടക്കൂല എന്നറിയാലോ. ഒരു പുത്തൻവാദി നന്നാകുമെന്ന് കേൾക്കുന്നത് വളരെ കുറവാണ്. ഉടനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എന്ത് ചെയ്തു? മഹാനവരുകൾ അവിടുന്ന് അല്ലാഹുവിനോട് പറയാണ്, റബ്ബേ, ഈ പുത്തൻവാദി തൗബ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് സത്യമാണെങ്കിലോ ആ തൗബ നീ സ്വീകരിക്കണം. അവനെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിർത്തണം. അതേ സമയത്ത് ആ പുത്തൻവാദി എന്നോട് നുണ പറഞ്ഞതാണ്, കള്ളം പറഞ്ഞതാണ്, തൗബ ചെയ്തിട്ടില്ല, സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല എങ്കിൽ ആ പുത്തൻവാദിയുടെ മേൽ കാരുണ്യം ചെയ്യാത്ത ഒരു രാജാവിനെ പറഞ്ഞേക്കണേ. എന്നിട്ട് ആ പുത്തൻവാദിയെ വജഅൽഹു ആയതൻ ലിൽ മുഅ്മിനീന, അതേ, മറ്റുള്ള മുഅ്മിനുകൾക്ക് ഒരു തെളിവായി നിലനിർത്തണേ. ചരിത്രത്തിൽ കാണാം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന ഫലിച്ചു. മഹാന്മാരുടെ ദുആ പെട്ടെന്ന് ഫലിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. മഹാനവരുകളുടെ പ്രാർത്ഥന ഫലിച്ചു. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി, ആ ഭരണാധികാരി ഈ പുത്തൻവാദിയെ അങ്ങ് പിടികൂടി. ആ പുത്തൻവാദി ചെയ്ത ഒരു തെറ്റ് കാരണം 2 കൈയങ്ങ് മുറിച്ചു കളഞ്ഞു, 2 കാല് മുറിച്ചു കളഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ദുആന്റെ ഫലമാണ്. ഈ മനുഷ്യന് കാരുണ്യം ചെയ്യാത്ത ഭരണാധികാരിയെ ഈ മനുഷ്യന്റെ മേൽ പറഞ്ഞേക്കണമെന്ന് ദുആ ചെയ്തില്ലേ? ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയതാണ്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി ഈ പുത്തൻവാദി ചെയ്ത ഒരു തെറ്റ് കാരണം 2 കൈയങ്ങ് മുറിച്ചെടുത്തു, 2 കാലങ്ങ് മുറിച്ചെടുത്തു. എന്നിട്ടോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ മനുഷ്യന്റെ ശരീരത്തെ തൂക്കി വെച്ചു. അന്ന് ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ പറഞ്ഞു, ഈ പുത്തൻവാദിയെ ഡമസ്കസിന്റെ ഒരു വാതിൽമേൽ തൂക്കി വെച്ചതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ദുആ ചെയ്തതാണല്ലോ, വജഅൽഹു ആയതൻ ലിൽ മുഅ്മിനീന, മറ്റുള്ള മുഅ്മിനുകൾക്ക് ഈ പുത്തൻവാദിയെ ഒരു ദൃഷ്ടാന്തമായി നീ കാണിക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഒരു പണ്ഡിതന്റെയും ശാപം ഏറ്റുവാങ്ങാൻ പാടില്ല, ഒരു ആലിമിന്റെയും ശാപം ഏറ്റുവാങ്ങാൻ പാടില്ല. ഇത് പറഞ്ഞതിന് ശേഷം തൊട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ആ ആയത്തും കൂടി ഒന്ന് വിശദീകരിച്ച് ഞാൻ എന്റെ ഇന്നത്തെ വാളങ്ങ് ചുരുക്കുന്നു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെ ഹയാത്താക്കുന്നത് ഞാനാണ്. ഖുർആനിൽ അല്ലാഹ് പറയാണ്, മരിച്ചവരെ ഹയാത്താക്കുന്നത് ഞാനാണ്.
മനുഷ്യന്റെ ശരീരം മരിക്കണതിനേക്കാളും അപകടം മനുഷ്യന്റെ ഖൽബ് മരിക്കലാണ്. അള്ളാഹു നമ്മുടെ ഖൽബ് എപ്പോഴും ജീവനുള്ളതാക്കി തരട്ടെ. ഖൽബ് എപ്പോഴും അള്ളാഹു ജീവനുള്ളതാക്കി തരട്ടെ. എപ്പോഴും ഖൽബ് ജീവനുള്ളതായിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കെ നോക്കട്ടെ. എപ്പം ഖൽബ് ജീവൻ വേണം. കൊറിയാൽമാരെ ഖൽബ് കാട്ടിയിട്ട് ചൊല്ലൂല്ലേ തങ്ങ, ആ ഖൽബ് ചത്തിറില്ല. ആ ഡ്രസ്സറെ ടിപ് ടോപ്പ് മാത്രമില്ലേ, ഏത് ആ ഡ്രസ്സറെ ടിപ് ടോപ്പ് മാത്രമില്ലേ, ഖൽബ് ചത്തിറ്. ഖൽബ് ചാവുക 4 വിഷയമുണ്ട്. ഇമാമിങ്ങ ചൊന്നാര 4 വിഷയം ഒരു മനുഷ്യരുടെ ലൈഫിൽ ഉണ്ടെത്ത എന്ത് ഇമാമിങ്ങ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 സ്വഭാവം ഒരു മനുഷ്യനിലുണ്ടോ അവന്റെ ഖൽബ് ചത്തു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. 4 സ്വഭാവം, ആ സ്വഭാവം വാഴ കേൾക്കുന്ന പുരുഷന്മാരിലുണ്ടോ സ്ത്രീകളിലുണ്ടോ മാറ്റുക തന്നെ വേണം. അതിൽ ഒന്നാമത്തെ സ്വഭാവം അദ്ദംബു അലദ്ദംബി. ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിന്റെ മേൽ വീണ്ടും തെറ്റ് ചെയ്യുന്നു, ആവർത്തിക്കുന്നു. ചെയ്ത തെറ്റിന്റെ മേൽ ഒരു ഖേദമില്ല, ഒരു കുറ്റബോധമില്ല. വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരേ തെറ്റിൽ കുറെ അങ്ങ് നിലനിൽക്കുന്നു. ഓ മനുഷ്യ, ചെറുപ്പക്കാരാ, സ്വഭാവം നിന്നിലുണ്ടോ നിന്റെ ഖൽബ് ചത്തുപോകും കേട്ടോ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്താണ്? ശരിക്കും കേൾക്കണേ. രണ്ടാമത്തെ സ്വഭാവം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിഷയമാണത്. വകസറതു മുസാഹബത്തിൻ നിസാ. ഏതോ പെണ്ണുങ്ങളോട് അധികരിച്ച ബന്ധം, ഭാര്യനോടല്ല, ഉമ്മാനോടല്ല, സഹോദരിമാരോടല്ല, പെങ്ങന്മാരോടല്ല. ഇന്ന് വാട്സപ്പിന്റെ കാലമാണല്ലോ. വാട്സപ്പിന്റെ കാലത്ത് ഒരുപാട് സ്ത്രീകളുമായിട്ട് വലിയ ബന്ധം, അധികരിച്ച ബന്ധം. വളരെ അത്യാവശ്യത്തിനുള്ള ബന്ധത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ അത്യാവശ്യമുള്ള ബന്ധമുണ്ടാകും, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. അവരെ വിചാരോ ഉസ്താദുമാർക്ക് മെസ്സേജ് അയച്ചാൽ ഇവർ ഭയങ്കര ദീനീ ബോധമുള്ള പെണ്ണുങ്ങൾ എന്നാണ്. അങ്ങനെ ഒരു സ്ത്രീയും തെറ്റിദ്ധരിക്കണ്ട. നീ ദീനു കുറഞ്ഞവള് എന്നാ മനസ്സിലാക്കേണ്ടത്. ഉസ്താദുമാർക്ക് ഇടക്കിടക്ക് മെസ്സേജ് അയച്ചിട്ട് ദ്വാരക്കാൻ പറയുമ്പോ ഓ വലിയ നല്ല ആള് എന്നാ ചിന്തിക്കേണ്ടത്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഉമ്മമാരെ. പരപുരുഷൻ പരസ്ത്രീയും തമ്മിലുള്ള ബന്ധം എപ്പോഴും ദ്വാ ചെയ്യിപ്പിക്കാൻ. ഈ മുഖം വേറെ സ്വറമേ ഇല്ല, ദ്വാരപ്പെട്ടമേ സ്വറ. അങ്ങനെ ഉണ്ടല്ലോ, വേറെ സ്വറമേ ഇല്ല. എന്തേ മാപ്പിളട്ട ചൊന്നിട്ട് ദ്വാരപ്പാട്ടക എന്തേ? മാപ്പിളട്ട ചൊന്നിട്ട് ഉസ്താദിട്ട് ദ്വാരപ്പാട്ടക എന്തേ? അങ്ങനെയില്ല. എപ്പാ നോക്കിയോ കുടുംബത്തിൽ ഉഷാറില്ലാത്ത ഇക്കുകയില്ല. എപ്പാ നോക്കിയോ ദ്വാരപ്പാട്ടമേ. അങ്ങനെയുണ്ട്. ഇന്നിപ്പോ വാട്സപ്പിന്റെ കാലാണ്. ഒരേ ഗ്രൂപ്പിൽ കുറെ പുരുഷന്മാര്, കുറെ സ്ത്രീകള്. ഞാൻ എന്റെ വാലിന്റെ സദസ്സുകളിൽ എപ്പോഴും പറയാറുണ്ട്, എന്റെ പേജിൽ തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വോയിസ് ഓഫ് നൗഫൽ സഖാഫി കളസാന്ന്. അതിൽ ഒറ്റ പെണ്ണും അതിൽ ചേരാൻ പാടില്ല എന്ന് കർശനമായി ഞാൻ പറയാം. നിങ്ങൾ വാദ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ വേറെ നിരക്ക് വാദ കേൾക്കണം. കാരണം ആ ഗ്രൂപ്പില് അത് പുരുഷന്മാര് ധാരാളമുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഒരൊറ്റ സ്ത്രീയും കയറാൻ പാടില്ല. കയറിയവളുണ്ടെങ്കിൽ അവിടുന്ന് റിമൂവായി പോകണം, അവിടുന്ന് ഇറങ്ങി പോകണം. നിങ്ങൾ വാദ കേൾക്കണമെങ്കിൽ യൂട്യൂബ് ചാനലില്ലേ, ആ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വാദ കേൾക്കാലോ. എന്തിനാണ് ഗ്രൂപ്പിൽ കയറേണ്ടത്? കയറാൻ പാടില്ല. പിന്നെ ആരോ ഗ്രൂപ്പിലുള്ള ആരോ മെസ്സേജ് അയച്ചു മറ്റേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ സങ്കടം പറയാം. അങ്ങനെ പാടില്ല. ഞാൻ എല്ലാ ഉസ്താദുമാരെ വേദന്റെ ഗ്രൂപ്പിലുള്ള സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൽ നിന്നോ. അതേ സമയത്ത് സ്ത്രീയും ആണും പെണ്ണും എല്ലാം ഉള്ള ഗ്രൂപ്പ്. എന്നിട്ട് എന്തിന് വേദ കേൾക്കടേ? എന്നിട്ട് എന്തിന് ദിക്ർ ചൊല്ലേ? എന്നിട്ട് തസ്ബീഹ് ചൊല്ലേ? എവിടെ എത്തു ഈ വേദ കേൾക്കൽ? എവിടെ എത്തു ഈ ദിക്ർ ചൊല്ലൽ? എവിടെ എത്തു ഈ തസ്ബീഹ് ചൊല്ലൽ? പാടില്ല. ഖൽബ് ചത്തുപോകും, അപകടമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വകസറതു മുസാഹബത്തിൻ നിസാ.
സ്ത്രീകളുമായിട്ടുള്ള കൂടുതൽ ബന്ധം, അത്യാവശ്യം ബന്ധത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആവശ്യമില്ലാതെയും സ്ത്രീകളുമായിട്ട് വലിയ ബന്ധം, സ്വന്തം ഉമ്മയല്ല, ഭാര്യയല്ല, പെങ്ങന്മാരല്ല, സഹോദരിമാരല്ല, പെൺമക്കളല്ല, എന്നിട്ടും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്. ആ സ്വഭാവമുള്ള പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുണ്ടോ? ഖൽബ് ചത്തുപോകും, സംശയമില്ല. ഇത് പറയുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഇനി മൂന്നാമത്തെ സ്വഭാവം എന്താണ്? വിഡ്ഢികളെ കൂടെ പോയി ഇരിക്കൽ. വിഡ്ഢികളില്ലേ, ആ വിഡ്ഢികളെ കൂടെ പോയി ഇരിക്കൽ ഖൽബ് ചത്തുപോകും. ഇനി നാലാമത്തെ സ്വഭാവം എന്താണ്? വമുജാലസത്തുൽ മൗതാ, മരിച്ചവരെ കൂടെ പോയി ഇരിക്കല്. മർച്ചകല മുട്ട പോയിട്ട് ദയിക്കണേ. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോ. അല്ല ഉസ്താദേ, മയ്യത്തിന്റെ അരികിൽ പോയിട്ട് ഖുർആൻ ഓതാൻ പാടില്ലേ, ദിക്ർ ചൊല്ലാൻ പാടില്ലേ? ഇപ്പൊ ചിലപ്പോ ഏതോ ഒരു പുത്തൻവാദി പിടിച്ചിട്ടങ്ങ് ക്ലിപ്പ് ചെയ്യും. ബാക്കിയും കൂടി കേട്ടോളൂ. മരിച്ചവരെ കൂടെ പോയി ഇരുന്നാൽ ഖൽബ് ചത്തുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബത്ത് വിട്ടില്ല. സ്വഹാബത്തിന് അറിയാം എന്താണ് പറഞ്ഞത്. ഉടനെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ മുജാലസത്തുൽ മൗതാ, അല്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരിച്ചവരെ കൂടെ പോയി ഇരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചവരെ കൂടെ പോയി ഇരിച്ചാൽ ഖൽബ് ചത്തുപോകുമെന്നാണോ? അത് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചവരെന്ന് പറഞ്ഞാൽ മയ്യിത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. കുല്ലു ഗനിയിൻ മുത്രിഫിൻ വസുൽത്താനിൻ ജായിർ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് സമ്പാദിക്കാതെ എങ്ങനെയോ തട്ടിവെച്ച് പിടിപ്പിച്ചിട്ട് സമ്പാദിച്ച മുതലാളിമാരില്ലേ, ദീനീ ബോധമില്ലാത്ത പണക്കാരില്ലേ, ആ ദീനീ ബോധമില്ലാത്ത പണക്കാരെ കൂടെ ഇരിക്കരുത്. അത് എന്ത് വിഷയത്തിനാണെങ്കിലും ഇരിക്കരുത്, എന്ത് പ്രവർത്തനത്തിനാണെങ്കിലും ഇരിക്കരുത്. വേണമെങ്കിൽ അയാളെ തന്ത്രപൂർവ്വം നന്നാക്കി എടുക്കുന്നതിന് വിരോധമില്ല. അതൊന്നുമില്ലാതെ കേവലം അയാളെ കൂടെ പോയി ഇരിക്കല്, അയാള് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ പിന്നെ ന്യായീകരിച്ച് നടക്കല്, അങ്ങനെ ദീനീ ബോധമില്ലാത്ത പണക്കാരെ കൂടെ പോയി ഇരുന്നാൽ ഖൽബ് ചത്തുപോകും. ഇതുപോലെ വസുൽത്താനിൻ ജായിർ, ദുഷ്ടനായ ഭരണാധികാരിയാണ്, അക്രമിയായ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ കൂടെ പോയി ഇരിക്കല് ഖൽബ് ചത്തുപോകുന്നതാണ്. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമു വആസാറഹു. ഓ ജനങ്ങളെ, അല്ലാഹ് പറയാണ്, ഞാനതാ എഴുതി വെക്കുന്നുണ്ട്. മാ ഖദ്ദമു, അവരെന്തെല്ലാമാണോ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്, നല്ലത് ചെയ്തിട്ടുണ്ടോ ആ നല്ലത് അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാനും നിങ്ങളും ചെയ്ത തെറ്റുകൾ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല എഴുതി വെച്ച മറ്റൊരു കാര്യം കൂടി അല്ലാഹ് പറയാണ്, വആസാറഹു, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നടന്നു പോയ നിങ്ങളുടെ നടത്തങ്ങളില്ലേ, ആ നടത്തങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓ യുവാക്കളെ, ഇത് മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച പരിപാടിയല്ലേ, SYS സംഘടിപ്പിച്ച പരിപാടിയല്ലേ, SSF സംഘടിപ്പിച്ച പരിപാടിയല്ലേ. റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിൽ പ്രവർത്തിക്കണോ, സ്ഥാനമാനത്തിനല്ല, പിന്നെയോ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി. എന്റെ ഖബറിൽ എനിക്ക് അതിന്റെ സന്തോഷം ആസ്വദിക്കണം, എന്റെ മഹ്ശറിൽ എനിക്ക് അതിന്റെ സന്തോഷം അനുഭവിക്കണം എന്ന ചിന്തയോടെ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നടന്നുപോയ കുറെ വിഷയങ്ങളില്ലേ, ആ നടത്തങ്ങളെല്ലാം അല്ലാഹ് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്.
ഇതിന് പണ്ഡിതന്മാര് പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം അത് മറ്റൊന്നുമല്ല. നിങ്ങളതാ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുമ്പോ നിങ്ങൾ നടന്നു വന്നിട്ടില്ലേ ചെറുപ്പക്കാരെ? സുബഹി ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോ ആ പള്ളിയിൽ നടക്കുന്ന സുബഹി ജമാഅത്തിന് നിങ്ങളതാ നടന്നു വന്നില്ലേ? ആ നടന്നു വന്ന നടത്ത് അല്ലാഹ് എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാഹ് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ അടുത്തുള്ള വീട്ടുകാർ അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിരക്കര നിരക്കരല്ല, നിരക്കര ചെന്നിട്ടൊന്നുണ്ട്. കൊറിയങ്ങളെ കാട്ടിട്ട് ചൊല്ലൂല്ലേ, നണ്ട നിരക്കര, നണ്ട നിരക്കര, നണ്ട നിരക്കര, നണ്ട നിരക്കര അല്ലേ? നിരക്കര നിരക്കര അല്ലേ? ഏറ്റവും വലിയ നിരക്കര ആർക്കൊണ്ടുണ്ടാ? പള്ളിയുടെ നിരക്കര. ഇവിടെ കുപ്പെട്ടിയിലുണ്ടാ പള്ളിയുടെ മുട്ടാക ഇല്ലേ? കുപ്പെട്ടിൽ പള്ളിയുടെ മുട്ടാക ഉണ്ടാണ്ട് കേട്ടെ ഞങ്ങളങ്ങളുണ്ടാ? ആ വേണു ഞങ്ങളങ്ങൾ അക വേണു പള്ളിയുടെ മുട്ട. കുറെ ഈ പക്കല്ല ഉള്ള ആൽമാറുള്ളാറ് അങ്ങ ഒട്രാസി കിട്ടിയെങ്കില പക്ക കൊടുക്കണേ. ഞങ്ങളങ്ങമേ ആവണ്ടില്ല പള്ളിയുടെ മുട്ടത്തെ പക്ക, പള്ളിയുടെ മുട്ടത്തെ പക്ക ആയത്തര ഞങ്ങളങ്ങ് കൊടുക്കണം, വിൽക്കണം. അതിൽ ചിലപ്പോ തെല്ല് ലാഭ കൊരടി ഇന്നെങ്കിലും തെല്ല് ആഖിറത്തെ ലാഭ വയ്ക്കറു. കൊറിയ മുക്കാലംശ ദുനിയാവിടെ മേ ലാഭം നിരിക്കറു, തെല്ല് ആഖിറത്തെ ലാഭം നിരിക്കണ്ടേ അല്ലേ? ഇയാള് ചൊല്ലൊക്കെ സുലാഭ ഞങ്ങക്ക് പൈസ കൊരടി കിട്ടിയെങ്ക തെല്ല ആഖിറത്തുക്ക് നാണായെങ്കും സമ. നക്ക് പിന്നെ പക്കല്ലാത്തോണ്ട് ധൈര്യത്തിൽ ചൊല്ല നാണായെങ്കും സമ. എന്റെ കാരണം ഒന്നുണ്ട. അതിപ്പ മത്തങ്ങളൊട്ടുള്ള വൈരാഗ്യം എന്തല്ല. മത്തങ്ങ ഞങ്ങളെ ചങ്ങായിമാരെ, ഞങ്ങളെ പിരിസപ്പെട്ടങ്ങ, ഞങ്ങൾ ഒരേ റായത്തിലുള്ളങ്ങ, അങ്ങലട്ടെ ഞങ്ങൾ സൗഹാർദ്ദത്തിലോ ഇക്കണോ വേണോ എല്ലോ. പക്ഷേ ദേവസ്ഥാനത്തെ മുട്ട അകയാറ അത് അത് അങ്ങോമായി. കാരണം അങ്ങ് പൂജക്ക് പോകാതൊരു സൗകര്യ അതങ്ങനെയല്ല. ഇതേപോലെ പള്ളിയുടെ പരിസരത്താക അത് ആയത്തര മുസ്ലിമീങ്ങളാകാവണം. മുസ്ലിമീങ്ങളാകായെങ്കിൽ ആ പള്ളിക്ക് നിസ്കരിക്കുക ആയത്തര മുസ്ലിമീങ്ങൾ ഒരു സൗകര്യമാവും. ഇതങ്ങനെ എന്തോ അല്ല. ഇത് കിട്ടിയ കൊടുത്തിട്ട് ഓമ്പോണ്ടാവണ്ടേ നോക്കുമ്പോ അവിടെ പിന്നെ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മുട്ടാക്ക കിട്ടാ പള്ളിയുടെ അങ്ങനെ ആവല്ലേ? അതങ്ങനെയല്ലേ? ഇപ്പൊ ചർച്ചിലെ മുട്ടല്ല എങ്കിൽ ക്രിസ്ത്യന്മാർക്ക് ചർച്ചിലെ മുട്ടാക എങ്കിൽ അങ്ങക്ക് ചർച്ചക്ക് അങ്ങനെ അങ്ങനെ ഈ ബാധത്തേക്ക് പോകാൻ അങ്ങ് സൗകര്യമാവും. അതെല്ലാ മതക്കാർക്കും അങ്ങനെയല്ലേ? എങ്കിൽ ഏറ്റവും നല്ല നിരക്കരാറ് പള്ളിയുടെ നിരക്കര ചൊന്നിട്ടു ആഖിറത്തിൽ ചൊല്ലുകാവണു മനുഷ്യ. എവിടെങ്കിലും പോയിട്ട് പക്ക നോക്കിട്ട് അകകെട്ടിയെങ്കാവാല് സുബ്ഹാന ജല്ല ജലാലുഹു ഒരേ മോത്തുകല്ല വാളുക പോയെങ്കിൽ ഉണ്ണോ കുട്ടിയോ പോണ്ടാറ്, ചോറുണ്ണോ കുട്ടിയോ പോണ്ടാറ്. നോക്കുമ്പോ കുട്ടിയോ പോയി 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 എത്തില്ല. എത്രമാ ഗുഡ കലിഞ്ഞ് 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 കലിഞ്ഞിട്ട് എവിടെകാ പോയിട്ട് ചോറ് ഇന്റുടെ മുട്ടമേ ഇഞ്ഞമേ ചോറുണ്ട് വന്നു. അല്ലാഹു തആല ആ ഉത്തരക്കല്ല അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആ ഉത്തരയുടെ എലോണു ഉഷാറില്ല, വലിയ സീരിയസിലുണ്ട് ചെന്നാൽ അല്ലാഹു പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. ആഖിറത്തിൽ പറയാൻ കഴിയണം ഞാൻ അല്ലാഹുവിന്റെ പള്ളിന്റെ അയൽവാസിയാണ്. അതിന് വല്ലാത്ത പവറല്ലേ ജനങ്ങളെ? അതുകൊണ്ട് സ്ഥലം വാങ്ങിയിട്ട് വീട് കെട്ടുമ്പോ ചിലപ്പോൾ സ്ഥലത്തിന് ഒരൽപ്പം പൈസ കൂടിയേക്കാം, എന്നാലും സാരമില്ല. ഒരൽപ്പം അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ അധ്വാനിച്ചു കഴിവിന്റെ പരമാവധി പള്ളിയുടെ പരിസരത്ത് സ്ഥലമെടുക്കാൻ നോക്കണോ. ഇന്നത്തെ ചില ഉമ്മ ബാപ്പമാരുണ്ട് എവിടെയെല്ലാം പോയി ഇരിക്കുകയാണ്, ഏതെല്ലാം ഫ്ലാറ്റിൽ പോയി ഇരിക്കുന്നു. അവർക്ക് അടുത്ത് മാർക്കറ്റ് വേണോ? ನಾಲ್ಕು ಎರ್ಚಿ ಕೊಂಬರ ಸುಲಾಭ, ಮೀನು ಕೊಂಬರ ಸುಲಾಭ, ತರಕಾರಿ ಕೊಂಬರ ಸುಲಾಭ ಇಲ್ಲೇ ಕೋಳಿ ಕೊಂಬರ ಸುಲಾಭ ಎಲ್ಲ ಉಡಿಮೆ ಕಿಟ್ಟು. ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಹೈಪರ್ ಮಾರ್ಕೆಟ್ ಎಲ್ಲ ಉಂಟು, ಎಲ್ಲ ಉಂಟು ಸಮ. ಪಳ್ಳಿ ಉಂಡಾ? ಎರ್ಚಿ ಉಂಟು, ಮೀನು ಉಂಟು, ತರಕಾರಿ ಉಂಟು, ಕೋಳಿ ಉಂಟು, ಎಲ್ಲ ಉಂಟು. സ്കൂളും കോളേജ് ഇങ്ങനെ ഉസ്താദ് മക്കൾക്ക് സ്കൂളും വാനും വേണ്ട ബസ്സും വേണ്ട നടന്നു പോയമ്മേ അങ്ങനെ പോണ്ടറങ്ങമേ പണ്ടാറ് ഒക്കെ അത്ര മുട്ട എല്ലാം സമ. പള്ളിയുടെ ബാങ്ക് കേക്കടാ, നോമ്പ് വറവ് പോയോണ്ടുണ്ടു, റമദാൻ വറവ് പോയോണ്ടുണ്ടു. ഇനിയിപ്പോ ബാങ്ക് കേൾക്കണ അകത്യത്തെ ടൈമും നോമ്പ് തുറക്കുമ്പോ
നോമ്പ് തുറക്കുമ്പോ ബാങ്ക് കേൾക്കണ്ടേ? പിന്നെ നോക്കുമ്പോ ബാങ്ക് കേൾക്കണ്ടേ? ഓ ടൈമിങ്സ് ഇണ്ടെത്തര ഗണ്ട ഇത്തര ഗണ്ട നോക്കിട്ട് നോമ്പ് തുറക്കട്ടെ. തുറക്കണ്ടല്ലോ ചൊന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് മാർക്കറ്റ് മുട്ട വേണു, ഞങ്ങൾക്ക് സ്കൂൾ കോളേജ് മുട്ട വേണു, സർക്കാർ അങ്ങടി മുട്ട വേണു, മല്ലിക പൂടേത് മുട്ട വേണു. അത് വേണാണ്ടില്ല കണ്ടല്ലേ, അത് എപ്പ കുറക്കത്തിക്കല്ലേ, എല്ലാം മുട്ട വേണു. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പള്ളിയുടെ ബാങ്ക് എന്റെ വീട്ടിലേക്ക് കേൾക്കണമെന്ന ഒരു വാശി എന്തേ പുരുഷന്മാരെ നിങ്ങൾക്കില്ലാതെ പോയത്? ഇതുപോലെ അല്ലാഹുവിന്റെ വീടിന്റെ പള്ളിയുടെ പരിസരത്ത് എന്റെ വീട് വേണം എന്ന ഒരു ആഗ്രഹമില്ലാതെ പോയത് എന്തേ ഉപ്പമാരെ? ഞാൻ എന്റെ വാത് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ എവിടെയെങ്കിലും സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനോട് പറയണം, ഇതറൂ എവിടെല്ല പോയിട്ട് അകകെട്ടിയെങ്കാവാല് പള്ളിയുടെ ബാങ്ക് കേക്കടെ പക്കത്തിൽ അകകെട്ടൊറൂ. പള്ളിയുടെ പരിസരത്ത് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവിനോട് പറയണേ. എന്തേ കാരണമെന്നറിയുമോ? പണ്ഡിതന്മാര് പറയാണ്, പള്ളിയുടെ അയൽവാസികൾ ആരാണെന്നറിയുമോ? ആ പള്ളിയുടെ അയൽവാസികൾ 40 ദാറൻ മിൻ കുല്ലി ജാനിബ്. ആ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ ഭാഗത്തു നിന്ന് 40 വീട്, പള്ളിയുടെ മുന്നിലുള്ള 40 വീട്, പള്ളിയുടെ വലത് ഭാഗത്തുള്ള 40 വീട്, പള്ളിയുടെ ഇടത് ഭാഗത്തുള്ള 40 വീട്, പള്ളിയുടെ ബാക്കിലുള്ള 40 വീട്. ആ 40 വീടുകളും അത് പള്ളിയുടെ അയൽ വീട്ടുകാരാ, പള്ളിയുടെ അയൽവാസികളാ. ഇനി വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, പള്ളിയുടെ നേരെ മുന്നിലുള്ള 40 വീട്ടിൽ പെട്ടിട്ടില്ല അവന്റെ വീട്, വലതും ഇടതും ബാക്കിലുള്ള 40 വീട്ടിൽ പെട്ടിട്ടില്ല. എന്നാലോ ജാറുൽ മസ്ജിദി മൻ സമിഅൻ നിദാ, 40 വീട്ടിൽ പെട്ടതല്ലെങ്കിലോ പള്ളിയുടെ ബാങ്ക് വിളി അവന്റെ വീട്ടിലേക്ക് കേൾക്കുന്നു, പള്ളിയുടെ ബാങ്ക് കേൾക്കുന്നു. ആ ബാങ്ക് കേൾക്കുന്ന ആളുകളെ കുറിച്ച് പള്ളിയുടെ അയൽ വീട്ടുകാരാണെന്ന് പറയാ എന്ന് വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എത്ര പള്ളികളാ ഉള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, പള്ളിക്ക് ഒരു ഉസ്താദിനെ നിയമിച്ചാൽ, ബാങ്ക് കൊടുക്കാൻ ഒരു ഉസ്താദിനെ നിയമിച്ചാൽ അതോടുകൂടെ ജമാഅത്ത് കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. ചില പള്ളികളില്ലേ, എത്രയോ സ്ഥലത്ത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. വാദിന് പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ചില പള്ളിയിൽ കയറും, നോക്കുമ്പോഴോ ആകെ ഒരു ഉസ്താദാണ്, അയാള് ഒറ്റയ്ക്ക് നിസ്കരിക്കാണ്. ഞങ്ങളെ കാണുമ്പോ പറയാണ്, ഉസ്താദ് നിങ്ങ വന്നത് കൊണ്ട് ഒരു ജമാഅത്ത് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആ ഉത്തരവാദിത്വ ബോധം പോലും അറിയില്ലേ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് അറിയില്ല. ഇവിടെ എന്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കണമെന്നറിയില്ല. കുപ്പട്ടി എന്ന നാട്ടിൽ അൽഹംദുലില്ലാ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആളുകൾ ജമാഅത്തിന് വരുന്നുണ്ട്. ഇവിടത്തെ വിഷയമല്ല ഞാൻ പറയുന്നത്. ചില നാട്ടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജമാഅത്ത് നിസ്കാരത്തിന് ആളെ കാണുന്നില്ല. പള്ളിയിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, ആളെ കിട്ടുന്നില്ല. എത്ര ചെറുപ്പക്കാരാണ് നാട്ടിലുള്ളത്, ചെറുപ്പക്കാരനെ ജമാഅത്തിന് പള്ളിയിൽ കാണുന്നില്ല, പള്ളി കമ്മിറ്റി മെമ്പറിനെ കാണുന്നില്ല. അത് വലിയ അപകടമാണല്ലോ. ജമാഅത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലേ, അതനുസരിച്ച് ജമാഅത്ത് നടന്നില്ലെങ്കിലോ നാട്ടുകാർക്ക് കുറ്റം കിട്ടിപ്പോയില്ലേ? ഇത് നാട്ടുകാര് ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്.
ഒരാളോട് ഞാൻ കൽപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. യുസല്ലി ബിന്നാസി, അയാളോട് ഞാൻ പറയാണ്, നിങ്ങൾ ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കൂ. എന്നിട്ടോ പള്ളിയിൽ ജമാഅത്ത് നടത്താൻ ഞാൻ പറഞ്ഞു. വഅൻദുറു ഇലാ അഖ്വാമി യതഖല്ലഫൂന അനിൽ ജമാഅ, എന്നിട്ടതാ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോ ആ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് മാറി നിന്നവരാരാണ്? ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകാത്തവനാരാണ്? ഫഉഹർരിഖു ബുയൂതഹു, ഹബീബായ തങ്ങളാ പറയുന്നത്, ചെറുപ്പക്കാരാ, അവന്റെ വീട് ഞാൻ കത്തിച്ചു കളയൂ. മറ്റുള്ളവരോട് കത്തിക്കാൻ പറയൂന്നല്ല, അവരെ വീട് ഞാൻ അങ്ങ് കത്തിക്കുന്നു. ഇതിന്റെ അർത്ഥം ജമാഅത്തിന് പോകാത്തവരെ വീട് കത്തിക്കണോന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പോകാത്തവരോട് പ്രതിഷേധം പ്രകടിപ്പിച്ചതാണ്. അവന്റെ വീട് കത്തിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കേണ്ടവരാണ്. കാരണം നിങ്ങൾ സ്ത്രീകളാണ്. നിങ്ങളെ മാപ്പിള വീട്ടിൽ നിസ്കരിക്കേണ്ടവനല്ല. നിങ്ങളെ ഭർത്താവ് വീട്ടിൽ നിസ്കരിക്കേണ്ടവരല്ല. നിങ്ങളെ ആണുമക്കള് വീട്ടിൽ നിസ്കരിക്കേണ്ടവരല്ല. ആ നിങ്ങളെ ഭർത്താവിനോടും നിങ്ങൾ ആണുമക്കളോടും സുബ്ഹി ജമാഅത്ത് അടക്കമുള്ള എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറയണോ? ഇല്ലാന്ന് കണ്ടാ ജമാഅത്തിന് പള്ളിയിൽ വരാത്ത പുരുഷന്മാരുടെ വീടാണോ നിങ്ങളെ വീട്? നിങ്ങൾ എത്ര ഓതിയിട്ട് എന്ത് കാര്യം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ആ ജമാഅത്തിന് പോകാത്തവരെ വീട് ഞാനങ്ങ് കത്തിച്ചു കളയുന്നു. ഹബീബായ തങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞ ആ വീട്, ആ വീട്ടിലെ ബറക്കത്തുണ്ടാകുമോ? ആ വീട്ടിലെ റഹ്മത്തുണ്ടാകുമോ? ആ വീട്ടിലെ സന്തോഷമുണ്ടാകുമോ? ഇത് ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട് നല്ല ബറക്കത്തുള്ള വീടാകണം. നല്ല ബറക്കത്തുള്ള വീടാകണോ? പുരുഷന്മാരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണോ? ഞാനതാ പള്ളിയിലെ ജമാഅത്തിന് പോയി നിസ്കരിക്കുന്നു. എന്റെ നിസ്കാരം പള്ളിയിലാകണോ? ഇല്ലെങ്കിലോ എന്റെ വീട് ബറക്കത്തില്ലാത്ത വീടാണ്, ബറക്കത്ത് കുറഞ്ഞ വീടാണ്. ഇത് പുരുഷന്മാരൊരു തീരുമാനമെടുക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഞാനങ്ങ് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരുന്ന സ്ഥലത്തൊന്നും എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി, ഇങ്ങോട്ടാരും വരേണ്ടതില്ല. യാസീൻ സൂറത്തില് ഒരു നാടിന്റെ ചരിത്രം പറയുന്നുണ്ട്, മഹാന്മാരെ ചരിത്രം പറയുന്നുണ്ട്. അത് ഇന്ന് ഇവിടെ പറയാൻ നേരമില്ല. ഈ വഅലിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ കാസർഗോഡ് ജില്ലയിൽ ചൗക്കി ബദർ നഗരിൽ വെച്ച് വഅൽ പറയൂ. ആ വഅലിന്റെ തുടക്കം അന്താക്കിയ എന്ന നാട്ടിലെ ചരിത്രത്തെ കുറിച്ചാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ നാട്ടിന്റെ ജനങ്ങളെ നന്നാക്കാൻ പറഞ്ഞയച്ച 3 മഹാരഥന്മാരുണ്ട്. അവരുടെ ചരിത്രമാണ് നാളെ പറയാനുള്ളത്. സ്വാഹിബു യാസീൻ, യാസീൻ സൂറത്തിന്റെ ആളാണെന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാന്റെ ചരിത്രമാണ് നാളത്തെ കാസർഗോഡ് ജില്ലയിലെ ചൗക്കി ബദർ നഗരിലെ വാദിന്റെ തുടക്കം തന്നെ അതാണ്. ഇപ്പോൾ ആ ചരിത്രം ഇവിടെ പറയാൻ നേരമില്ല. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഓ ഉമ്മമാരെ, ആഖിറം രക്ഷപ്പെടാൻ തസ്ബീഹ് ചൊല്ലുന്നവരാകണം, തസ്ബീഹിന്റെ ആളുകളാകണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സ്വാഫാത്തിലെ ആ സൂറത്തു സ്വാഫാത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കാരണം യൂനുസ് നബി അലൈഹിസ്സലാം നിത്യമായും തസ്ബീഹ്
തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ചില പണ്ഡിതന്മാര് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അതല്ല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ് 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിരുന്ന യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ പുറത്തേക്ക് വരാനുണ്ടായ കാരണം ആ തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നുവെങ്കിലോ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ പുനർജന്മം നടക്കുന്നത് വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ജീവനോടുകൂടെയോ മയ്യിത്തായിട്ടോ കഴിയേണ്ടി വരുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ഏത് കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ തസ്ബീഹാണ് ഉമ്മമാരെ. ഒരു വ്യാഖ്യാനം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാമിന് പ്രത്യേകം ഒരു സ്വഭാവമാണ്, എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നു. എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്ന സ്വഭാവമുള്ളത് കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇന്ന് പുരുഷന്മാർക്ക് തസ്ബീഹ് ചൊല്ലാൻ നേരമില്ലല്ലോ, സ്ത്രീകൾക്കും തസ്ബീഹ് ചൊല്ലാൻ നേരമില്ലല്ലോ. മൊബൈലിൽ കുറെ തസ്ബീഹുകൾ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ അതിന്റെ കൂടെ ഞാൻ ചൊല്ലുന്നുണ്ടോ? അടുക്കളയിൽ തസ്ബീഹ് നടക്കുന്നുണ്ട്, കൂടെ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ? ചൂടെ ചൊല്ലണമെന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? മൊബൈൽ അവിടെ ഇങ്ങനെ വെച്ച് പോയാ പോരല്ലോ, അതിന്റെ കൂടെ ചൊല്ലിക്കോ, അല്ലാതെയും ചൊല്ലിക്കോ. എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നവരാകണം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ അങ്ങ് നിർത്തുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിലതാ കിടക്കുകയാണ് യൂനുസ് നബി അലൈഹിസ്സലാം. പെട്ടെന്ന് അങ്ങ് ഉണർന്നുപോയി. നോക്കുമ്പോൾ ആ മരം ഉണങ്ങിപ്പോയിട്ടുണ്ട്. നല്ല പച്ച പിടിച്ച മരമാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിന് അല്ലാഹു തആല മുളപ്പിച്ച മരമാണ്. ആ മരം ഉണങ്ങിപ്പോയി. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. നീനവ എന്ന ഒരു പട്ടണത്തിന്റെ അരികിലൂടെ വിട്ടുകിടക്കുകയാണ്. അവിടെ ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ ആടുമേക്കുകയാണ്. ആടുമേക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ ആ മനുഷ്യനോട് യൂനുസ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ ആരാ മനുഷ്യ? ആ മനുഷ്യൻ അറിയില്ല ഈ ചോദിക്കുന്നത് യൂനുസ് നബി അലൈഹിസ്സലാമാണെന്ന്. പക്ഷേ ആ മനുഷ്യൻ യൂനുസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മിൻ ഖൗമി യൂനുസ്, ഞാൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടയാളാണ്. ഉടനെ ആ മനുഷ്യനോട്, ആടുമേക്കുന്നവനോട് യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ആ ജനതയിലേക്ക് മടങ്ങിപ്പോയാൽ ഫഖറ അലൈഹിം മിന്നി സലാം, എന്റെ ഒരു സലാം നിങ്ങൾ പറയണേ. എന്നിട്ടോ നിങ്ങൾ ആ ജനതയോട് പറയണം, വഅഖ്ബിറുഹും ഇന്നക ഖദ് ലഖീത യൂനുസ്, നിങ്ങൾ യൂനുസ് നബിയെ കണ്ടിട്ടുണ്ട് എന്ന് പറയണം. ഞാൻ യൂനുസ് നബിയാണ്, ഞാനാണ് യൂനുസ് നബി. ആ യൂനുസ് നബി അലൈഹിസ്സലാം ആകുന്ന എന്റെ ഒരു അസ്സലാമു അലൈക്കും അവർക്ക് പറയണം, നിങ്ങൾ യൂനുസ് നബിയെ കണ്ടു എന്ന് പറയണോ. ഉടനെ ഈ കുട്ടി എവിടെന്ന് പറയാണ്, ഒരു പക്ഷേ നിങ്ങൾ യൂനുസ് നബിയാണെങ്കിലോ നിങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്കൊരു സ്വഭാവമുണ്ട്. അവർ ഒരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് തെളിവ് ചോദിക്കുന്ന സ്വഭാവം യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്കുണ്ട്. നിങ്ങൾ ആ പറഞ്ഞതിന് തെളിവുണ്ടോ, തെളിവുണ്ടോ, തെളിവുണ്ടോ? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവമാണ് തെളിവ് ചോദിക്കല്. അങ്ങനെ തെളിവ് ചോദിച്ചിട്ട് തെളിവ് കൊടുത്തില്ല എന്ന് കണ്ടാലോ
ആ ജനത ആ മനുഷ്യനെ കൊന്നുകളയലാണ്. അത് അന്നത്തെ ആളുകളെ സ്വഭാവമാണ്, അന്നുണ്ടായിരുന്ന ആളുകളെ സ്വഭാവമാണ്. കാരണം കള്ളം പറഞ്ഞയാളെ കൊല്ലണോ എന്ന ഒരു ആശയം അന്നത്തെ കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് യൂനുസ് നബി അലൈഹി സ്വലാമിനോട്, ആര് എനിക്ക് സാക്ഷി നിൽക്കൂ, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളാണ് സലാം പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ആരാണ് സാക്ഷി നിൽക്കുന്നത്? ഉടനെ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞു, പേടിക്കണ്ട, ഇതാ ഇവിടെ ഒരു മരമുണ്ടല്ലോ, ഈ മരം നിങ്ങൾക്ക് സാക്ഷി നിൽക്കോ. ആ സംശയിക്കുന്ന ആളുകളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണോ, ഈ മരത്തോട് ചോദിച്ചാ മതി, ഈ മരം നിങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. ഉടനെ ഈ മനുഷ്യൻ യൂനുസ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഈ മരത്തോടൊന്ന് പറയണേ. യൂനുസ് നബി അലൈഹി സ്വലാം ഈ മരത്തോട് പറഞ്ഞു, അല്ലയോ മരമേ, നിങ്ങളുടെ അരികിലേക്ക് ഈ മനുഷ്യൻ വന്നാൽ എനിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷി നിൽക്കണേ. മരം സാക്ഷി നിൽക്കുന്നു. കാരണം യൂനുസ് നബി അലൈഹി സ്വലാം ഒരു ചില്ലറക്കാരനല്ലല്ലോ, നബിയാണല്ലോ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന പവർ ഉണ്ടല്ലോ. ആ മുഅ്ജിസത്തിന്റെ പവർ കൊണ്ട് ഈ മരം യൂനുസ് നബി അലൈഹി സ്വലാമിനെ സാക്ഷി നിൽക്കുകയാണ്. ആ മനുഷ്യൻ തന്റെ ജനതയിലേക്ക് മടങ്ങിപ്പോയി. ആ നാട്ടിലുള്ള ഭരണാധികാരിയുടെ അരികിൽ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി ലഖീതു യൂനുസ്, അല്ല രാജാവേ, ഞാൻ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ട്. വഹുവ യഖറഉ അലൈക്കുമുസ്സലാം, ആ യൂനുസ് നബി അലൈഹി സ്വലാം നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഉടനെ രാജാവ് തന്റെ ജനതയോട് അയാളെ കൊല്ലാൻ പറഞ്ഞു. കാരണം എന്താണ്? എവിടെ തെളിവ്? യൂനുസ് നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ കണ്ടു എന്നതിന് എവിടെ തെളിവ്? നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്നതിന് എന്ത് തെളിവ്? അതുകൊണ്ട് ഈ മനുഷ്യനെ ഇപ്പൊ തന്നെ കൊല്ലണം. രാജാവ് ഉത്തരവിടുമ്പോഴാണ് ഈ മനുഷ്യൻ പറയാണ്, കൊല്ലണ്ട, ഫൈനലി ബയ്യിന, എനിക്കൊരു തെളിവുണ്ട് കേട്ടോ. ആളെ പറഞ്ഞയച്ചാൽ ഞാൻ തെളിവ് കാണിച്ചു തരാം. രാജാവ് ഈ മനുഷ്യന്റെ കൂടെ കുറച്ച് ആളുകളെ പറഞ്ഞയക്കുകയാണ്. ഈ മനുഷ്യൻ ആളുകളെയും കൂട്ടിയിട്ട് ഒരു മരത്തിന്റെ അരികിൽ വരുന്നു. ഈ മനുഷ്യൻ ആ മരത്തോട് പറയുകയാണ്, അല്ലാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യൂനുസ് നബി അലൈഹിസ്സലാം ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ടുണ്ടല്ലോ. ഉടനെ ആ മരം അവിടെ നിന്ന് സംസാരിക്കുകയാണ്, നഅം, അതെ, നിങ്ങൾ യൂനുസ് നബിയെ കണ്ടിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം നിങ്ങളുടെ ജനതയ്ക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്. ആ ജനത മടങ്ങിപ്പോയി. അവരെ നാട്ടിലുള്ള രാജാവിന്റെ അരികിൽ ചെന്നു. ആ രാജാവിനോട് അവർ കണ്ട സംഭവം പറഞ്ഞു. ഉടനെ രാജാവ് എന്ത് ചെയ്തു? ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി രാജാവ് ഇരിക്കുന്ന സ്ഥലത്തങ്ങ് ഇരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, അന്ത അഹഖു മിന്നീ ബിഹാദൽ മഖാം, ഓ മനുഷ്യ, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഏറ്റവും ഇരിക്കാൻ അർഹതപ്പെട്ടയാള്, അവകാശമുള്ളയാള് നിങ്ങളാണ് കേട്ടോ. കാരണം നിങ്ങൾ യൂനുസ് നബിയെ കണ്ടുവല്ലോ അലൈഹിസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സലാം ഞങ്ങളിലേക്ക് നിങ്ങൾ മുഖേനയല്ലേ പറഞ്ഞയച്ചത്. നിങ്ങൾ വലിയ അത്ഭുതമാണ്. ഒരു മരം നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിന്നല്ലോ. ആ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് അധികരിപ്പിച്ചത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് സർവ്വ തസ്ബീഹുകൾ അധികരിപ്പിച്ച് ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സമയം കണ്ടെത്തണേ. ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദ നിർത്തുന്നു. അർഹമർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ.
ഇൻഷാ അല്ലാഹ്. ആരും പോകരുത്.